ബോഡിയിൽ എന്തോ ഒരു ഫാസിനേറ്റിംഗ് ആയിട്ടുള്ള ഫീലുകൾ ഉണ്ടെന്ന് ആലോചിക്കേ. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ബേസിക്കലി ഞാൻ നിങ്ങൾ പറയുന്നതിനോട് ഓപ്പൺ അല്ല. ഓക്കെ, അൺലസ് ഞാൻ ഇങ്ങനെ പിടിക്കുവാണെങ്കിൽ ഇത് തണുപ്പ് കൊണ്ടാകാം. വിജയത്തിന്റെ അത്ഭുതകരമായ മനഃശാസ്ത്രം പാർട്ട് 4 നമ്മൾ കയറുകയാണ്. ഒരുപാട് ആൾക്കാർ വെയിറ്റ് ചെയ്തിരുന്ന ഒരു സീരീസ് ആണിത്. ആ സീരീസിന്റെ കണ്ടിന്യൂഷൻ ആണ് ഇന്ന് ഈ വീഡിയോയുടെ എന്നോടുകൂടെ നിങ്ങൾ വേറൊരു പുതിയ ഭാഷ പഠിക്കുകയാണ്. ആ ഭാഷയിലൂടെ നിങ്ങളെ സംബന്ധിച്ചോളം നിങ്ങൾക്ക് മറ്റാൾക്കാരുടെ മനസ്സിലേക്ക് അവരെന്താണ് ചിന്തിക്കുന്നതെന്ന് ഡീപ്പർ ലെവലിൽ മനസ്സിലാക്കാനായിട്ട്, അവർ ചിലപ്പോൾ പറയുന്നത് ആയിരിക്കില്ല അവർ ചിന്തിക്കുന്നത്. അപ്പൊ അത് കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ടുള്ള ഒരു സ്കില്ലുമായിട്ടാണ് പോകുന്നത്. ഇതിനാണ് ബോഡി ലാംഗ്വേജ്, ജസ്റ്റർ സൈക്കോളജിയാണ് നിങ്ങൾ ലേൺ ചെയ്യാൻ പോകുന്നത്. അപ്പൊ നിങ്ങളെ സംബന്ധിച്ചോളം നിങ്ങളൊരു ബിസിനസ്സുകാരനാണെങ്കിൽ നിങ്ങൾ വലിയൊരു ഡീൽ മേക്കിങ്ങിന് പോകുന്ന സമയത്ത്, അപ്പൊ ആ ഡീൽ മേക്ക് ചെയ്യാൻ വേണ്ടി പോകുന്ന സമയത്ത് ഒരാൾ പറയുവാണ്, ഒരാൾ മുന്നോട്ട് ലീൻ ചെയ്തിട്ട് എനിക്ക് ഇതിനകത്ത് ഇൻട്രസ്റ്റ് ഇല്ല, മുന്നോട്ട് ലീൻ ചെയ്ത് പറയുവാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? പുറകോട്ട് ലീൻ ചെയ്തിട്ട് എനിക്ക് ഇതിനകത്ത് ഭയങ്കര ഇൻട്രസ്റ്റ് ഉണ്ടെന്ന് പറയുവാണ്, നിങ്ങൾ എന്ത് ചെയ്യണം? അവരുടെ ബോഡി ലാംഗ്വേജിൽ നിന്ന് നിങ്ങൾക്ക് അവരുടെ ഡീല് അവർ ഇൻട്രസ്റ്റഡ് ആണോ ഇൻട്രസ്റ്റഡ് അല്ലയോ എന്ന് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? ഫാസിനേറ്റിംഗ് ആയിട്ടുള്ള ഒരു ലോകമാണ്. ആ ലോകത്തിലേക്ക് നമുക്ക് കയറാം. രണ്ടാമത് നിങ്ങൾ മനസ്സിലാക്കാൻ പോകുന്നത് സെയിൽസ്. നിങ്ങളെ സംബന്ധിച്ചോളം സെയിൽസ് കോൺവെർസേഷൻ ഇരിക്കുന്ന സമയത്ത് നിങ്ങളുടെ പ്രോഡക്റ്റ് എനിക്ക് ഇഷ്ടമായി എന്ന് പറഞ്ഞാൽ ഒരു മൂക്കെ പിടിച്ചാൽ എന്താണ് അതിൻ്റെ അർത്ഥം? അല്ല ഒരാൾ നിങ്ങളോട് സംസാരിക്കുമ്പോഴത്തേന് നിന്നെ കണ്ട നല്ല മിടുക്കിയായിട്ട് സുന്ദരിയായിട്ട് ഇരിക്കുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞ ഒരാൾ കണ്ണേൽ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് അർത്ഥം? ചെവിയിൽ ടച്ച് ചെയ്താൽ എന്താണ് അർത്ഥം? നെക്കിൽ ടാപ്പ് ചെയ്താൽ എന്താ അർത്ഥം? പുറത്ത് ഇങ്ങനെ ചൊറിയുവാണെങ്കിൽ എന്താണ് അർത്ഥം? ഓരോ കാര്യങ്ങളും ബയോളജിക്കലി ലോകം മുഴുവനും ഉള്ള ആൾക്കാർ ചെയ്യുന്നത് ഒരു ഫാസിനേറ്റിംഗ് ആയിട്ടുള്ള പ്രെഡിക്റ്റബിൾ ആയിട്ടുള്ള സ്പെസിഫിക് വേയിലാണ്. അതിലേക്ക് ഒരു ലോകത്തിലേക്ക് നമ്മൾ കയറാൻ പോകണം. അതുകൂടാതെ തന്നെ നിങ്ങളെ സംബന്ധിച്ചോളം നിങ്ങൾ നെഗോഷിയേഷനിൽ പോവുകയാണെങ്കിൽ ഒരു പക്ഷേ നിങ്ങൾ പ്രൈസ് നെഗോഷിയേറ്റ് ചെയ്യുന്ന സമയത്ത് മറ്റേ ആൾ പറയാം ഇന്നത് ഇനി എനിക്ക് ഒട്ടും കുറയ്ക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ അവർ നെക്കിൽ ടച്ച് ചെയ്തുകൊണ്ട് ഇനി എനിക്ക് ഒട്ടും പ്രൈസ് കുറയ്ക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ അവർ ഈ പറഞ്ഞ ഫേസിന്റെ ഫ്രണ്ടിലൂടെ കൈ കൊണ്ടുപോവാണ്. അങ്ങനെ വരുമ്പം അവരുടെ മനസ്സിൽ അവരെന്താണ് തിങ്ക് ചെയ്യുന്നത് നിങ്ങൾക്ക് അറിയാൻ പറ്റുവാണ്. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ എങ്ങനെ ഒരു ലോകത്തേക്കാണ് നിങ്ങൾ ഇൻവൈറ്റഡ് ആകുന്നതെന്ന്? അപ്പൊ ജസ്റ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവല്യൂഷൻ ആയിട്ടുള്ള ഒറിജിനൽ ഉണ്ട്. നമ്മളെ സംബന്ധിച്ചോളം നമ്മളൊരു മങ്കിയോ അല്ലെങ്കിൽ ഒരു ചിമ്പാൻസിയോ അരിശം വരുമ്പോൾ അവർ ഇങ്ങനെ കാണിക്കുന്നത്, അവരിങ്ങനെ പല്ല് കാണിക്കും. പട്ടികളെ കണ്ടിട്ടുണ്ടോ? പട്ടികൾ അരിശം വരുന്നുണ്ട്, പട്ടികൾ ഇങ്ങനെ പല്ല് കാണിക്കും, ഇവിടെയുള്ള പല്ല് കാണിക്കുവാണ്. അപ്പൊ ബേസിക്കലി മറ്റുള്ളവരെ സ്കെയർ ചെയ്ത് വിടാനായിട്ടുള്ള ഒരു ഇതാണ്. അപ്പൊ അവിടെ എല്ലാ പട്ടികളും ഇത് തന്നെയാണ് കാണിക്കുന്നത്. ഒരു പട്ടി ഈ പറഞ്ഞ പോലെ അരിശം വരുമ്പോൾ തന്നെ പട്ടി ചിരിച്ചു കാണിക്കുന്നു, വേറൊരു പട്ടി ഈ പറഞ്ഞ രീതിയിൽ പല്ല് കാണിക്കുക. അങ്ങനെ ഒരു സിറ്റുവേഷൻ ഇല്ല. പ്രെഡിക്റ്റബിൾ ആണ്. ഇതുപോലെ ഹ്യൂമൻസും പ്രെഡിക്റ്റബിൾ ആണ്. ഹ്യൂമൻസ് എത്ര മാസ്ക് ചെയ്താലും, മാസ്ക് ചെയ്യുന്നത് ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണെന്ന്. മാസ്ക് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയാണെന്ന്, അതെങ്ങനെയാണ് അഡൽട്ട് പേഴ്സൺ വേഴ്സസ് എ ചൈൽഡ് ലൈ ചെയ്യുന്നത് ഡിഫറൻസ് ഞാൻ കാണിച്ചു തരാം. അപ്പൊ നുണ പറയുമ്പോൾ തന്നെ നമുക്ക് കൃത്യമായിട്ട് ഫിഗർ ഔട്ട് ചെയ്യാൻ പറ്റും ആരാണ് നുണ പറയുന്നത്. അതൊരു ഭയങ്കര ഫാസിനേറ്റിംഗ് കാര്യമല്ലേ? നിങ്ങൾക്ക് ഇന്നത്തോടുകൂടെ നിങ്ങൾക്ക് ഒരാൾ നുണ പറയുവാണോ എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഫോർ ദ മോസ്റ്റ് പാർട്ട് ഇന്നുകൊണ്ട് നിങ്ങൾ അതിൽ PhD എടുക്കുമല്ല, പക്ഷെ എന്നാലും സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ക്ലാരിറ്റി ഇതിലേക്ക് നിങ്ങൾ എത്താൻ പറ്റുകയാണ്. അപ്പൊ നിങ്ങളൊന്ന് ആലോചിക്കുക, നിങ്ങളെ സംബന്ധിച്ചുള്ള ഒരാൾ ഇങ്ങനെ കൈവച്ച് കാണിക്കുവാണ്, അവര് ഇങ്ങനെ കാണിക്കുവാണ്, എന്തായിരിക്കും ഇതിന്റെ അർത്ഥം? ഇതൊരു യൂണിവേഴ്സൽ ആയിട്ടൊരു ജസ്റ്ററാണ്. അവർ വിട്ടുകൊടുക്കുകയാണ്. എനിക്കൊന്നുമില്ല, ഞാൻ ഒരു പാവപ്പെട്ട ആളാണ്, ഞാൻ സാധാരണ ആളാണെന്ന് വിട്ടുകൊടുക്കുകയാണ്. നമ്മൾ കൈ പൊക്കുന്ന കണ്ടിട്ടില്ലേ? ആൾക്കാരുടെ അടുത്ത് തോക്ക് വീണുമ്പോൾ നമ്മൾ കൈ പൊക്കുന്നത് ബേസിക്കലി അതാണ്. നമ്മുടെ കയ്യിൽ ഒന്നുമില്ല, നമ്മുടെ കയ്യിൽ തോക്കൊന്നുമില്ല, ഞാൻ നിങ്ങളൊന്നും അറ്റാക്ക് ചെയ്യാൻ പോകുന്നില്ല എന്ന് നമ്മൾ കൈ തുറന്ന് കാണിക്കുവാണ്. അതുപോലെ ഒരു ഓപ്പൺ ജസ്റ്ററാണ് ഈ പറഞ്ഞ ഷോൾഡർ ഷ്രഗ് എന്ന് പറഞ്ഞേക്കുന്ന ഈ ജസ്റ്റർ. നമ്മൾ അങ്ങോട്ട് കയറുമ്പോൾ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുന്നതെന്ന് വെച്ചാൽ, നമ്മൾ എസ്പെഷ്യലി വിമനെ സംബന്ധിച്ചോളം ഇത് വളരെ ഷാർപ്പാണ്. നിങ്ങൾ ഒരുപാട് വിമൻ ഇതിനകത്ത് എൻ്റെ വീഡിയോസ് കാണുന്നുണ്ടെന്ന് എനിക്കറിയാം. നിങ്ങൾക്കറിയാം, ഒരു പുരുഷനോ ഒരു സ്ത്രീയോ ഒരു കാര്യം പറയുകയും അവരുടെ ബോഡി ലാംഗ്വേജ് വേറെണ്ണോ ആണെങ്കിൽ നിങ്ങൾക്ക് വളരെ ക്ലിയർ ആയിട്ട് അവരെ അസസ് ചെയ്യാൻ പറ്റും. എന്തോ റോങ് ഉണ്ടല്ലോ ഈ ആളുടെ ഇതിനകത്തുനിന്ന് നിങ്ങൾക്ക് കൃത്യമായിട്ട് ഫിഗർ ഔട്ട് ചെയ്യാൻ പറ്റാറുണ്ട്. പുരുഷന്മാർ ആ കാര്യത്തിൽ അത്രയല്ല, പക്ഷെ എന്നാലും നിങ്ങൾക്ക് കൃത്യമായിട്ട് എക്സാക്ട്ലി എങ്ങനെയാണ് അത് ഡിഫൈൻ ചെയ്യുന്നതെന്നുള്ള ആ ഡെഫിനേഷനാണ് സ്ത്രീകൾക്ക് ഇന്ന് കിട്ടാൻ പോകുന്നത്. പുരുഷന്മാരെ സംബന്ധിച്ചോളം നിങ്ങൾക്ക് പുതിയൊരു ലോകത്തിലേക്ക്, സിഗ്നിഫിക്കൻ്റ് ആയിട്ടൊരു പുതിയ ലോകത്തിലേക്ക് നിങ്ങൾക്ക് എൻറോൾ ചെയ്യാൻ പറ്റുവാണ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ കോൺഗ്രുവൻസ് എന്ന് പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചോളം നമ്മൾ ഒരു കാര്യം പ്രവർത്തിച്ചു. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ കണ്ണ്, ഞാൻ ഇത് ഇപ്പൊ തന്നെ പ്രിവ്യൂ തരാം. ഒരു എക്സാമ്പിൾ, ഒരാൾ കണ്ണിൽ ഇങ്ങനെ ടച്ച് ചെയ്തുകൊണ്ട് നീ ഭയങ്കര ബ്യൂട്ടിഫുൾ ആണല്ലോ എന്ന് പറയുമ്പം ബേസിക്കലി അറിഞ്ഞോ അറിയാതെ അവർ എൻവിയസ് ആയിട്ടാണ് സംസാരിക്കുന്നത്. ഐ ഡോണ്ട് വാണ്ട് ടു സീ ദിസ് എന്നാണ് പറയുന്നതിൻ്റെ അർത്ഥം. ഐ ഡോണ്ട് വാണ്ട് ടു സീ ദിസ്. അതായത് എന്ന് വെച്ചാൽ അവൾ കണ്ട ഇത്ര ഭയങ്കര സുന്ദരിയാണല്ലോ, അത്രയും ഗ്ലാമർ വേണ്ടായിരുന്നല്ലോ, എന്നെക്കാളും ഗ്ലാമർ ആയി പോയല്ലോ എന്നാണ് ബേസിക്കലി ഈ കണ്ണ ടച്ച്
ചിലപ്പോൾ അവർക്ക് കണ്ണി സൂക്കേടായിട്ട് വന്നതാണെങ്കിൽ അത് വ്യത്യാസമുണ്ട് എപ്പോഴും. അതുകൊണ്ടാണ് നിങ്ങളെ സംബന്ധിച്ചുള്ള ജസ്റ്റേഴ്സ് ഷുഡ് ബി ഒബ്സർവ്ഡ് ഇൻ ക്ലസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. ക്ലസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ പല ജസ്റ്ററുകളുടെ കളക്ഷനാണ് ഈ പറഞ്ഞ രീതിയിൽ നമ്മൾക്ക് റീഡ് ചെയ്യാൻ പറ്റുന്നത്. അതിനെ ബേസ് ചെയ്തിട്ടാണ് പ്രൊഫഷണലായിട്ടുള്ള ജസ്റ്റർ എക്സ്പേർട്സ് പോയി ഹോസ്റ്റേജ് നെഗോഷിയേഷനൊക്കെ ചിലപ്പോൾ ജസ്റ്റർ അനലൈസ് ചെയ്യുന്ന ആൾക്കാർ ഉണ്ടാവും. അതുപോലെ വലിയ ബൈലാറ്ററൽ പല കൺട്രികൾ നമ്മളുടെ നെഗോഷിയേഷനിൽ ഇതുണ്ടാവും. നമ്മളെ സംബന്ധിച്ചോളം നമ്മളെ ചിലപ്പോൾ ആൾക്കാർ ചുമ്മാ വന്നിരിക്കാൻ പറയും. ഫോർ എക്സാമ്പിൾ വെച്ചാൽ വലിയ ഫീ ചെന്നിട്ട് നമ്മളോട് വന്ന് ഒബ്സർവ് ചെയ്തിരിക്കാൻ പറയും ഞങ്ങൾ വലിയ ഡീൽ നടക്കുന്ന സമയത്ത്. എന്നിട്ട് അവരെന്നാ തിങ്ക് ചെയ്യും, നമ്മളൊന്നും മിണ്ടുന്നില്ല, നമ്മളവിടെ ഇരുന്ന് ഒബ്സർവ് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. അപ്പോൾ അവിടെ ആൾക്കാരെ ഒരു എക്സ്പേർട്ട് ആയിട്ടുള്ള ജസ്റ്റർ സൈക്കോളജിസ്റ്റിനെ വിളിച്ചിട്ട്, ഞാനൊരു ജസ്റ്റർ സൈക്കോളജിസ്റ്റ് അല്ല, ഞാൻ ജസ്റ്റേഴ്സിനെ കുറിച്ച് 25 വർഷമായിട്ട് പഠിച്ചതാണ്. വളരെ ചെറുപ്പത്തിൽ തന്നെ എന്നെ ഇൻഫ്ലുവൻസ് ചെയ്ത ഒരു ഓഥറാണ്. നിങ്ങളെ സംബന്ധിച്ചുള്ള ക്യൂരിയസ് ആണെങ്കിൽ, നിങ്ങൾ ബുക്ക് വായിക്കുന്ന ആളാണെങ്കിൽ, അലൻ പീസ് എന്ന് പറഞ്ഞേക്കുന്ന ഒരാൾ ബോഡി ലാംഗ്വേജിനെ കുറിച്ച് എഴുതിയേക്കുന്ന ബുക്ക്. ഞാൻ 20 വയസ്സിലുള്ളത് തന്നെ, ഞാൻ 21 വയസ്സിൽ അത് വായിച്ചതാണ്. അപ്പം ഞാൻ കുറേ വർഷം അതിനെക്കുറിച്ച് ഒബ്സർവ് ചെയ്ത കുറേ ഇൻസൈറ്റ്സ് ആണ് നിങ്ങൾക്ക് കിട്ടുന്നത്. അപ്പം കോണ്ടെക്സ്റ്റിലാണ് നിങ്ങളെ സംബന്ധിച്ചോളം ജസ്റ്റർ വായിക്കുന്നത്. ഫോർ എക്സാമ്പിൾ എന്ന് വെച്ചാൽ ഞാൻ ക്ലോസ്ഡ് ആം ജസ്റ്ററിനെ കുറിച്ച് പറയും. അപ്പം അത് ക്ലോസ്ഡ് ആം ജസ്റ്റർ ചിലപ്പം ഒരു മീനിങ് ആയിരിക്കും, ചിലപ്പോൾ വേറൊരു മീനിങ് ആയിരിക്കും. ചിലപ്പോൾ ഇങ്ങനെ പിടിച്ചാൽ ഒരു മീനിങ് ആയിരിക്കും, ഇങ്ങനെ പിടിച്ചാൽ വേറൊരു മീനിങ് ആയിരിക്കും, ഇങ്ങനെ പിടിച്ചാൽ വേറൊരു മീനിങ് ആയിരിക്കും. ചെറിയ ഡിഫറൻസ് ഉണ്ടാവുള്ളൂ. ആ ഓരോ ഡിഫറൻസിനും ചെറിയ മീനിങ്ങിൽ ഡിഫറൻസ് ഉണ്ടാവും. അപ്പൊ അതെന്താണെന്ന് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. അപ്പൊ ആ ഡിഫറൻഷിയേഷൻ നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി എടുക്കണം. അപ്പൊ നിങ്ങളെ സംബന്ധിച്ചോളം കുട്ടികളെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമല്ലേ, കുട്ടികളെ എന്തെങ്കിലും ഒരു നുണ പറയുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? കുട്ടികൾ ഓഫ് കോഴ്സ് ശ്രദ്ധിച്ചിട്ടുണ്ടാവുമല്ലോ അല്ലെ. കുട്ടികൾ നുണ പറയുമ്പോൾ എങ്ങനെയാണ് കുട്ടികൾ നുണ പറയുന്നത്? അവർ കൈ ഇങ്ങനെ മറച്ചു പിടിച്ചിട്ടാണ് നുണ പറയുന്നത്. ആ മമ്മി ഞാൻ ഭക്ഷണം കഴിച്ചു കേട്ടോ, ഭക്ഷണം ഞാൻ കഴിച്ചു, ആ കളിയൊക്കെ നിർത്തി, ഞാൻ കുളിച്ചായിരുന്നു. ക്ലിയർ ആണോ? ഇതാണ് കുട്ടികളുടെ ജസ്റ്റർ ലൈ ചെയ്യുമ്പോൾ. ക്ലിയർ ആണോ? അവിടുന്ന് ഒരു ടീനേജർ ആയി കഴിഞ്ഞ് കഴിയുമ്പോൾ തന്നെ, ഒരു ടീനേജർ എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ കാലം നമ്മൾ ജീവിച്ചിരുന്ന് കഴിയുമ്പോൾ നമ്മൾ ഇങ്ങനെ വെക്കുമ്പോൾ വേറെ ആൾക്കാർ ഫിഗർ ഔട്ട് ചെയ്യുവാണ് നമ്മൾ നുണ പറയുക എന്നുള്ള കാര്യം ഫിഗർ ഔട്ട് ചെയ്യുവാണ്. അപ്പൊ അത് ഫിഗർ ഔട്ട് ചെയ്യാതിരിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ഇതിനെ മാറ്റി ഇത്രയാക്കി മാറ്റും. ആ മമ്മി ഞാൻ അയ്യാ ആ ആ ഞാൻ ബോയ്സിനോടൊന്നും അല്ല ടോക്ക് ചെയ്തുകൊണ്ടിരുന്നത്, അല്ല യാ ഗേൾസിനോട് തന്നെയാണ് ടോക്ക് ചെയ്തുകൊണ്ടിരുന്നത്. ക്ലിയർ ആണോ? ചെറിയൊരു ഹൈഡിങ് ജസ്റ്റർ, ലിപ്സ് ക്ലോസ് ചെയ്തിട്ട്, ലിപ്സിനെ ക്ലോസ് ചെയ്യുന്ന രീതിയിൽ, ലിപ്സിനോട് ക്ലോസ് ആയിട്ട്. അതായത് നമ്മളെ സംബന്ധിച്ചുള്ള സബ് കോൺഷ്യസ്ലി നമുക്കറിയാം നമ്മൾ നുണയാണ് പറയുന്നതെന്ന്. അപ്പൊ നുണയാന്ന് പറയുന്നത് അറിയാവുന്നതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുവാണ്? നമ്മൾ ജസ്റ്റ് ഒരു ലിപ്സ് നുണയാണ് പറയുന്നതെന്നുള്ളത് ബ്രെയിനിന് റെക്കഗ്നൈസ് ചെയ്തിട്ട് ബ്രെയിൻ ഓട്ടോമാറ്റിക്കലി ഒരു ഫിംഗർ കൊണ്ടുപോയി വെക്കുവാണ് ഇങ്ങനെ. ക്ലിയർ ആണോ? ഇവിടുന്ന് ഒരു അഡൽട്ട് ലൈ ചെയ്യുന്ന ഒരു സിറ്റുവേഷനിലേക്ക് എത്തുമ്പോൾ എന്ത് സംഭവിക്കും? അഡൽട്ട് ആകുമ്പോൾ തന്നെ ചെറിയ ഒരു മൗത്തിനെ ഹൈഡ് ചെയ്യുന്ന ലെവലിലേക്ക് വരും, നുണ പറയാൻ പഠിക്കുന്നതിനനുസരിച്ച്. ഓക്കെ, അപ്പോൾ ഇത്രയും വരെ കൊണ്ടുവന്നിട്ട് അവർ ചിലപ്പോൾ സംസാരിക്കും. ചില ആൾക്കാർ ഇങ്ങനെ ലിപ്സ് തന്നെ മറക്കണമെന്നില്ല. ചില ആൾക്കാർ ജസ്റ്റ് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെയൊക്കെ ചെറിയ രീതിയിലൊക്കെ വെച്ചിട്ട് അവർക്ക് ലൈ ചെയ്യാൻ പറ്റും. അപ്പൊ ശരിക്കും ഫേസിനെ ഹൈഡ് ചെയ്യുന്ന, ജനറലി സ്പീക്കിംഗ്, എന്തോ ചെറിയ രീതിയിൽ ഹൈഡ് ചെയ്യുന്നുണ്ടെന്നാണ്. ഫേസിനെ ഹൈഡ് ചെയ്യുന്നത് തന്നെ ബേസിക്കലി എന്തോ ഇതുണ്ട്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വിമൻ ഇത് പെട്ടെന്ന് സബ് കോൺഷ്യസ്ലി റെക്കഗ്നൈസ് ചെയ്യാനുള്ള സ്കില്ലുണ്ട്. അതുകൊണ്ടാണ് ജനറലി സ്പീക്കിംഗ് നിങ്ങളുടെ മേജർ ആയിട്ടുള്ള നെഗോഷിയേഷനും മേജർ ആയിട്ടുള്ള ഡീൽ മേക്കിങ്ങിൽ ഒരു വുമൻ ഇൻവോൾവ് ആകുന്നത് വളരെ വളരെ നല്ല കാര്യമാണ്. പലപ്പോഴും നമ്മൾ വിമനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാറുണ്ട്, വിമന്റെ ഈ പറഞ്ഞ രീതിയിൽ സ്കിൽ സെറ്റിനെ. പക്ഷേ വിമന്റെ ബ്രെയിനിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ അവർ കുറച്ചുകൂടെ വൈറ്റ് മാറ്റർ എന്ന് പറഞ്ഞേക്കുന്ന, ഇതൊരു ന്യൂറോളജി ക്ലാസ് അല്ല. ന്യൂറോളജിയിൽ നമ്മൾ അതിനെക്കുറിച്ച് ന്യൂറോളജി നമ്മളൊരു സീരീസ് തന്നെ ഉണ്ട്, അതിനകത്ത് ഞാൻ അതിനെക്കുറിച്ച് കുറേ കൂടെ ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാം. പക്ഷേ വൈറ്റ് മാറ്റർ എന്ന് പറഞ്ഞേക്കുന്ന ബ്രെയിനിന്റെ ഒരു പർട്ടിക്കുലർ പോർഷൻ, ഗ്രേ മാറ്റർ ഉണ്ട്, വൈറ്റ് മാറ്റർ ഉണ്ട്. വൈറ്റ് മാറ്റർ സിഗ്നിഫിക്കൻ്റ്ലി കൂടുതൽ യൂസ് ചെയ്യുന്നവരാണ് വിമന്. എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്ന് വെച്ചാൽ അവർക്ക് ഒരു കാര്യത്തെ കംപ്ലീറ്റ് ആയിട്ട് കാണാൻ പറ്റും. മെന്നെ സംബന്ധിച്ചോളം ടാക്ടിക്കൽ ആയിട്ടാണ് കാണുന്നത്. ഗ്രേ മാറ്റർ ആണ് മെൻ കൂടുതൽ യൂസ് ചെയ്യുന്നത്. അപ്പൊ ടാക്ടിക്കലായിട്ട്, അതായത് ഇന്നൊരു കാര്യം ചെയ്ത്, ഇങ്ങനെ കാര്യം ചെയ്തെന്ന് പറഞ്ഞ് പ്രോസസ് ചെയ്ത് പോകാനാണ് മെന്നിന് പറ്റുന്നത്. വിമനെ സംബന്ധിച്ചോളം ഫുള്ളി പ്രോസസ് ചെയ്യാൻ പറ്റും. പക്ഷെ അവർക്ക് സ്പെസിഫിക്കലി എന്താണെന്ന് അറിയില്ല. എന്താണെന്ന് എനിക്കറിയത്തില്ല, ഈ ആളോട് ഡീൽ ചെയ്യേണ്ട എന്ന് അവർക്ക് പറയാൻ പറ്റും. അപ്പൊ അവിടെ തന്നെ നിങ്ങൾ സിഗ്നിഫിക്കൻ്റ്ലി ജയിക്കുവാണ്. ഒരു ഡീൽ മേക്കിങ്ങിൽ, ഒരു മേജർ ആയിട്ടുള്ള സെയിൽസ് കോൺവെർസേഷനിൽ, മേജർ ആയിട്ടുള്ള ഒരു പർച്ചേസ്, ഒരു ഹൗസ് പർച്ചേസ് ആകാം, ഒരു ബിസിനസ് പർച്ചേസ് ആകാം, ഒരു ബിസിനസ് സെല്ലിംഗ് ആകാം, ഹയറിംഗ് ആകാം. ഹയറിംഗ് എന്ന് പറഞ്ഞ ഒരു പർച്ചേസ് ആണല്ലോ. നിങ്ങൾ ഹയർ ചെയ്യുന്ന സമയത്ത് ചില കാര്യങ്ങൾ അവരെ സംബന്ധിച്ചുള്ള റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റും. ഇനി ഞാൻ വേറെ കാര്യം വെച്ചാൽ പാം, വളരെ ചെറിയൊരു കാര്യമാണ് പാം. ഞാനൊരു കാര്യം ഫോർ എക്സാമ്പിൾ ഇങ്ങനെ സംസാരിക്കുകയാണ്, അതെ എന്തുണ്ട് വിശേഷം സുമിതേ, സുഖമായിട്ടിരിക്കുന്നോ എന്ന് ഞാൻ ചോദിക്കുന്നു. ഓക്കെ, ഇതേ സെയിം സാധനം തന്നെ, സുമിത എന്തുണ്ട് വിശേഷം, സുഖമായിട്ടിരിക്കുന്നോ എന്ന് ചോദിക്കുന്നു. തമ്മിൽ എൻ്റെ കോൺവെർസേഷൻ തന്നെ മാറി.
എന്ന് ശ്രദ്ധിച്ചോ? എൻ്റെ കോൺവെർസേഷൻ കുറച്ചുകൂടെ സോഫ്റ്റ് ആൻഡ് ഫ്രണ്ട്ലി ആയിരുന്നു, കുറച്ചുകൂടെ കഡ്ലിയാണ്, കുറച്ചുകൂടെ ടെഡി ബെയർ ആയിട്ടുള്ള കോൺവെർസേഷൻ ആണ് ഇത്, അല്ലേ? അതെന്ന് വെച്ചാൽ സുന്ദര എന്തുണ്ട്, സുഖമായിട്ടിരിക്കുന്നോ? ആ ഓ ഒത്തിരി നാളായല്ലേ കണ്ടിട്ട്, ആ സന്തോഷമായിട്ടൊക്കെ ഇരിക്കുന്നല്ലേ? ക്ലിയർ ആണോ? ഇതെന്ന് പറഞ്ഞാൽ നോൺ ത്രെറ്റനിങ് ആണ്. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നിങ്ങൾ ഹിറ്റ്ലറിനെ ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ ഹിറ്റ്ലറിന്റെ കോൺവെർസേഷൻ, ഹിറ്റ്ലറിന്റെ മെസ്സേജിങ് പോലും ഇങ്ങനെയാണ്. കാരണം പുള്ളിക്കാരന്റെ കയ്യെ ഇങ്ങനെ പൊക്കി കാണിക്കുന്നതും പുള്ളിക്കാരന്റെ സംസാരത്തിൽ, പുള്ളിയുടെ ജസ്റ്റ് യൂട്യൂബിൽ ഹിറ്റ്ലറിന്റെ ഒരു വീഡിയോ എടുത്ത് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഹിറ്റ്ലർ ഒന്ന് ഈ പറഞ്ഞ പാം ഇങ്ങനെ ക്ലഞ്ച് ചെയ്ത് ഇങ്ങനെ അടച്ചു പിടിച്ചുകൊണ്ടാണ് സംസാരിക്കുന്നത് ചിലപ്പോൾ. അത് മാത്രമല്ല പുള്ളിയുടെ ഇതും പുള്ളിയുടെ ജസ്റ്റേഴ്സും ബാക്കിയുള്ളതെല്ലാം ഇങ്ങനെയാണ്, അതോറിറ്റി. അപ്പൊ അതുകൊണ്ട് ഹിറ്റ്ലറായി മാറുമെന്നല്ല, നിങ്ങൾ അങ്ങനെ ചെയ്താൽ. ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അതോറിറ്റി എക്സേർട്ട് ചെയ്യേണ്ട സമയത്ത്, മക്കളോട് സംസാരിക്കേണ്ട സമയത്തോ അതോറിറ്റി എക്സേർട്ട് ചെയ്യേണ്ട സമയത്ത് നിങ്ങൾ ആക്ച്വലി ഇങ്ങനെ കൈ പിടിച്ചു കഴിഞ്ഞാൽ, ഇങ്ങനെ കൈ പിടിക്കുന്നതിന് പകരം ഇങ്ങനെ കൈ പിടിച്ചാൽ നിങ്ങളുടെ ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ കോൺഫിഡൻസ് കൂടും. ഫോർ എക്സാമ്പിൾ ഒരു ഇന്റർവ്യൂവിന് പോകുന്ന സമയത്താണെങ്കിൽ, അല്ലെങ്കിൽ ഒരു സെയിൽസിന് പോകുന്ന സമയത്താണ്, ഒരു നെഗോഷിയേഷന് പോകുന്ന സമയത്താണ്, നമ്മുടെ ഫൈനൽ പ്രൈസ് പറയുന്ന സമയത്ത് നിങ്ങൾക്ക് കാണുന്നുണ്ടോ ഏതൊക്കെ സ്ഥലങ്ങളിൽ ഇത് അപ്ലൈ ചെയ്യാമെന്ന്. അപ്പൊ അപ്ലൈ ചെയ്ത് നിങ്ങളുടെ പ്രൈസ് പറയുമ്പോൾ നിങ്ങൾ ഇങ്ങനെ കൈ യൂസ് ചെയ്ത് ഇങ്ങനെ പറയുന്നതിന് പകരം ഇങ്ങനെ കൈ യൂസ് പറഞ്ഞാൽ ഇത്രയും നമുക്ക് കുറയ്ക്കാൻ പറ്റുള്ളൂ, ഇതാണ് നമ്മുടെ റേറ്റ് എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ, കണ്ടോ ഇത് കാണുന്നുണ്ടോ? ഇവിടെ പവറാണ് എക്സേർട്ട് ചെയ്യുന്നത്. അപ്പൊ ചെറിയൊരു കാര്യമാണ് അല്ലേ, ഞാൻ ഇത് പറഞ്ഞു കണ്ടോ, ഇതായിട്ട് ഓപ്പൺ നോട്ട്സിനോടുകൂടി ഞാൻ പറയാം, ചെറിയൊരു കാര്യമാണല്ലേ, പക്ഷെ എത്ര പവർഫുൾ ആണെന്ന് നോക്കിയേ, കേട്ടോ, എത്ര പവർഫുൾ ആണെന്ന് നോക്കിയേ. നിങ്ങളെ സംബന്ധിച്ചുള്ള ശരിക്കും നിങ്ങൾ ട്രൂ പവറുമായിട്ട് കണക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളെ സംബന്ധിച്ചോളം നിങ്ങൾ കയ്യെ ഓപ്പോസിറ്റ് പഠിക്കണം. അപ്പൊ നമ്മളെ സംബന്ധിച്ചോളം നമ്മുടെ കൾച്ചർ നമ്മളെ പഠിപ്പിച്ചത് എന്താണെന്ന് വെച്ചാൽ നോക്കിയേ, ഓപ്പൺ ജസ്റ്റർ ആണ്. അവിടുന്ന് ഞാൻ ക്ലോസ് ചെയ്ത് പറയുവാണ്, പാം ഡൗൺ പറയുവാണ്, അതോറിറ്റിയിൽ ഞാൻ പറയുവാണ്. നമ്മുടെ കൾച്ചർ നമ്മളെ പഠിപ്പിച്ചത് എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഫ്രണ്ട്ലിനെസ് ആണ് കാണുന്നത്, അല്ലേ? അവിടുന്ന് ഞാൻ പറയുവാണ്, ആ കൾച്ചർ നമ്മളെ പഠിപ്പിച്ചതെന്ന് വെച്ചാൽ എല്ലാ ആൾക്കാരെ അക്സെപ്റ്റ് ചെയ്ത് എല്ലാ ആൾക്കാരും പറയുന്നത് കേട്ട് അങ്ങനെ നമുക്ക് അങ്ങ് ജീവിക്കാമെന്നാണ് കൾച്ചർ പഠിപ്പിച്ചേക്കുന്നത്. പക്ഷെ ഞാൻ നിങ്ങളോട് പഠിക്കുന്നതെന്ന് വെച്ചാൽ നിങ്ങളുടെ അതോറിറ്റി എക്സേർട്ട് ചെയ്യണം, നിങ്ങളുടെ പവർ എക്സേർട്ട് ചെയ്യണം, നിങ്ങളുടെ കോൺഫിഡൻസ് നിങ്ങൾ കാണിക്കണം. നിങ്ങളുടെ കോൺഫിഡൻസ് കാണിച്ചില്ലെങ്കിൽ എന്ത് സംഭവിക്കും വെച്ചാൽ നിങ്ങളെ വേറെ ആൾക്കാരെ കൺട്രോൾ ചെയ്യുന്ന ഒരു സിറ്റുവേഷനിലേക്ക് വരും. കണ്ടോ, ഞാൻ ജസ്റ്റ് യൂസ് ചെയ്യുന്ന കണ്ടോ, ഞാൻ ഈ പറഞ്ഞ കാര്യം തന്നെ നിങ്ങളെ കോൺഷ്യസ്ലി യൂസ് ചെയ്ത് കാണിക്കുകയാണ്. അപ്പൊ ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ചില ആൾക്കാര് ഇത് ഇൻക്ലൂഡിങ് മോഡിക്ക് ഏർലി കാലഘട്ടങ്ങളിലുണ്ടായിരുന്നു, ഇപ്പം മോഡി അത് റിഫൈൻ ചെയ്തെടുത്തു. ചില സ്പീക്കേഴ്സ് അവർ സംസാരിക്കുമ്പോൾ ഈ അതോറിറ്റിയും അവരുടെ ഓവർ കോൺഫിഡൻസ് കാരണം അവരിങ്ങനെ സംസാരിക്കും. ഇത് ത്രെട്ടനിങ് ആണ്. ഓക്കെ, ഇത് ഫ്രണ്ട്ലി ആണ്, ഇത് അതോറിറ്റിയാണ്, ഇത് ത്രെട്ടനിങ് ആണ്. ഞാൻ പറയുന്നത് നിങ്ങൾ കേട്ടിരിക്കണം, ക്ലിയർ ആണോ? ഞാൻ പറയുന്നത് നിങ്ങൾ കേട്ടിരിക്കണം. അത് അരഗൻസ് ആണ്. ഞാൻ ഭയങ്കര ടീമാണ്, എനിക്കേ അറിയത്തുള്ളൂ, നിനക്കൊരു മണ്ണാങ്കട്ട അറിയത്തില്ല, ഞാൻ പറയുന്നത് കേട്ടോണം എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? എനിക്കത് കാണിക്കാൻ തന്നെ ഡിഫിക്കൽട്ടാണ്, ഞാൻ അങ്ങനെ ഒരു ജസ്റ്റർ സാറിന് യൂസ് ചെയ്യാറില്ല. അപ്പം നിങ്ങളെ സംബന്ധിച്ചോളം ഇപ്പൊ എന്റെ ജസ്റ്റേഴ്സ് കൂടുതലും ഈ ഒരു ഡയമെൻഷനിലാണ്. നിങ്ങൾ എന്റെ വീഡിയോസ് എടുത്ത് നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും, അതോറിറ്റി ലെവലിലുണ്ടാവും. ഇത് നാച്ചുറലി മനുഷ്യർ ചെയ്തു പോകുന്ന സാധനങ്ങളാണ്. അതോറിറ്റി ലെവലിൽ വരേണ്ടത് അതോറിറ്റി ലെവലിൽ വരും. അല്ലാത്ത സിറ്റുവേഷനിൽ ഞാനിങ്ങനെ ഓപ്പൺ ജസ്റ്റേഴ്സ് ആണ് ഒരുപാട് യൂസ് ചെയ്യാറുണ്ട്. പക്ഷെ അതോറിറ്റി അതോറിറ്റി ആയിട്ട് പോയിന്റ് മേക്ക് ചെയ്യുന്ന സമയത്ത് അതോറിറ്റി ലെവലിൽ ഇത് കണ്ടോ, അവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? പവർ കാണാൻ പറ്റുന്നുണ്ടോ? ബോഡിയിൽ എന്തോരം ഫാസിനേറ്റിംഗ് ആയിട്ടുള്ള ഫീലുകൾ ഉണ്ടെന്ന് ആലോചിക്കേ. നമ്മളെ സംബന്ധിച്ചുള്ള ഒരാൾ ഇങ്ങനെ പിടിച്ചോണ്ട് ആരും അരിശപ്പെടാനുണ്ടോ? ഞാൻ പറയുന്നത് നീ അനുസരിച്ചോണം എന്നാരും പറയാറില്ലോ. നിന്റെ കാര്യം നിന്നെ ഞാൻ ശരിയാക്കി തരുമെന്ന് ഇങ്ങനെ പറയാറില്ല. ഇങ്ങനെ തന്നെ പറയാൻ പറ്റുള്ളൂ, അല്ലെ? എങ്ങനെ പറയാൻ പറ്റുള്ളൂ. ഇത് നമ്മളെ സംബന്ധിച്ചുള്ള നമ്മുടെ വില്ലിനെ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു ഫിംഗർ ആണ്, അല്ലെ? നമ്മളെ സംബന്ധിച്ചുള്ള ഇത് പറയുമ്പോഴാണ് ആരെങ്കിലും നിങ്ങളോട് അരിശപ്പെട്ടിട്ടുണ്ടോ? ഇങ്ങനെ ഫിംഗേഴ്സ് കൊണ്ട് തന്നെ. ഞാൻ ഫിംഗേഴ്സിലേക്ക് ഇറങ്ങുന്നില്ല, ഇതൊരു വലിയൊരു ഓഷ്യനാണ്. ആ ഓഷ്യനകത്ത് ചെറിയ 2-3 ബക്കറ്റ് വെള്ളം നമ്മൾ പുറത്തൂരി എടുക്കുന്ന ഉള്ളുന്ന ഇതുണ്ടോ? നിങ്ങളോട് ഞാൻ പറഞ്ഞാൽ നീ അനുസരിച്ചോണം എന്ന് നിങ്ങൾ പറഞ്ഞാൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഫീൽ ചെയ്യുന്നുണ്ടോ? എന്താ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത്? ഞാൻ പറഞ്ഞാൽ നിങ്ങൾ അനുസരിച്ചോണം എന്ന് ഇങ്ങനെ കാണിച്ചാലോ, ഈ വിരൽ കാണിച്ചാലോ, ഞാൻ പറഞ്ഞത് അനുസരിച്ചില്ല ഞാൻ ശരിയാക്കി തരാം എന്ന് പറയുമ്പോൾ ഫീലിംഗ് ഇല്ല. പക്ഷെ ഇവിടെ വരുമ്പോൾ നിങ്ങൾക്ക് ഒരു ഫീലിംഗ് ആണ്. ക്ലിയർ ആണോ? അപ്പൊ നിങ്ങളെ സംബന്ധിച്ചോളം നിങ്ങളൊരു സ്പീക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളാണ്, അല്ലെ? നിങ്ങളൊരു ഡയറക്ടർ ബോർഡിൽ നിങ്ങൾ ടോക്ക് ചെയ്യുവാണ്. നിങ്ങളെ സംബന്ധിച്ചോളം ഒരു വലിയ കമ്പനിയുടെ ഓണറാണ്, ഒരു CEO എന്ന രീതിയിൽ നിങ്ങൾ ഒരു ബോർഡിൽ പോയി ടോക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ ഇങ്ങനെ പോയി സംസാരിക്കരുത്. ക്ലിയർ ആണോ? ഫസ്റ്റ് ഓഫ് ഓൾ അങ്ങനെ ഒരു പേഴ്സണായി മാറണം. അതായത് എന്ന് വെച്ചാൽ ഓവർലി അതോറിറ്റിയുടെ പുറകെ പോയി മറ്റുള്ളവരെ കൺട്രോൾ ചെയ്യുന്ന ഒരു പേഴ്സൺ ആകുന്നതുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ കാണിക്കുന്നത്. അതിനെ കുറച്ചുകൂടെ ന്യൂട്രലൈസ് ചെയ്യുമ്പോഴാണ് നിങ്ങളൊരു ട്രൂ ലീഡറായി മാറുന്നത്. ലീഡർഷിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ അതോറിറ്റി കാണിക്കൽ മാത്രമല്ല, നമ്മളെ സംബന്ധിച്ചോളം ചില സിറ്റുവേഷൻ നമ്മൾ ഹ്യൂമിലിറ്റിയിൽ നമ്മൾ ആക്ട് ചെയ്യേണ്ട തരണം. ഡു ഇറ്റ് ഓർ എൽസ് എന്നാണ് പറഞ്ഞത്. ഞാൻ പറയുന്നത് ചെയ്തോണം, ഇല്ല ഞാൻ ബാക്കി കാണിച്ചു തരാം. ആ ലെവലിലല്ല വലിയ കമ്പനികൾ ഉണ്ടാകുന്നത്. അപ്പൊ ഈ അതോറിറ്റി പ്ലേ ക്ലിയർ ആണല്ലോ. ഓപ്പൺ ആണ്. ഇവിടെ സെമി അതോറിറ്റിയാണ്, ഇവിടെ അതോറിറ്റിയാണ്. ഇതെന്ന് പറഞ്ഞാൽ
ഓവർ സുപ്പീരിയോറിറ്റിയാണ്. അപ്പോൾ ഈ ഓവർ സുപ്പീരിയോറിറ്റി ഉള്ള പേഴ്സണെ നോക്കുക. ബേസിക്കലി ഇവരെ നിങ്ങൾ ഒബ്സർവ് ചെയ്ത് പഠിക്കണം. ഇവരുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അവർ പറയുന്ന മാത്രമേ ശരിയുള്ളൂ എന്ന് വിശ്വസിക്കുന്നവരാണ്. അവരെ നിങ്ങൾ ഓടി രക്ഷപ്പെടണം. ഫോർ എക്സാമ്പിൾ, നിങ്ങളൊരു മെന്ററിനെ ഹയർ ചെയ്യുവാണെങ്കിൽ, നിങ്ങളൊരു മെന്റർ ഉണ്ടെങ്കിൽ ആ മെന്റേഴ്സിന്റെ പ്രത്യേകത, ബിസിനസ്സിൽ ഒരു മെന്റർ ഉണ്ടെങ്കിൽ ആ മെന്ററിന്റെ പ്രത്യേകത ചൂണ്ടി സംസാരിക്കുന്ന ആളായിരിക്കരുത്. ക്ലിയർ ആണ്? കാരണം അവരെ സംബന്ധിച്ചിടത്തോളം ഡേഞ്ചറസ്ലി ഒപ്പീനിയനേറ്റഡ് ആണ്. അവർക്കറിയാവുന്ന മാത്രമേ ശരിയുള്ളൂ എന്ന് വിശ്വസിക്കുന്ന ആൾക്കാരാണ്. അപ്പം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട്, നല്ല സ്പീക്കേഴ്സ് ശ്രദ്ധിക്കുന്നതെന്ന് വെച്ചാൽ അവർ ഫിഗർ ഔട്ട് ചെയ്തതെന്ന് വെച്ചാൽ അതോറിറ്റി എടുക്കണം, എന്നാൽ അതോറിറ്റിനെ ന്യൂട്രലൈസ് ചെയ്യാനായിട്ട് അവർ ചെയ്യുന്ന ഒരു കാര്യമാണ് ഇങ്ങനെ ഫിംഗർ ടച്ചിങ്, തമ്പ് എഗൈൻസ്റ്റ് ഫിംഗർ ടിപ്പ്. നിങ്ങളെ സംബന്ധിച്ചോളം ക്ലിയർ ആണോ? ഇതുണ്ടോ? അതോറിറ്റി ഉണ്ട്, പക്ഷെ ത്രെട്ടനിങ് അല്ല. ഇത് ത്രെട്ടനിങ് ആണ്, ഇത് അതോറിറ്റി ഉണ്ട്, ത്രെട്ടനിങ് അല്ല. നിങ്ങളെ സംബന്ധിച്ചോളം കേരള സംസ്ഥാനത്തിന്റെ നമ്മളുടെ ഡിവൈഎഫ്ഐയുടെ പ്രസ്ഥാനം വളർന്നു വന്നത് എങ്ങനെയാണ്? നമ്മുടെ നായനാരും അതുപോലെ EMS അടക്കമുള്ള ആൾക്കാര് ജയിലിൽ കിടന്ന് കഷ്ടപ്പെട്ട് നമ്മുടെ 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 പാർട്ടിനെ വലുതാക്കി കൊണ്ടുവന്നു. ക്ലിയർ ആണോ? നമ്മുടെ പാർട്ടി അങ്ങനെയാണ് രക്തവിപ്ലവത്തിന്റെ പാർട്ടിയായി മാറിയത്. ക്ലിയർ ആണോ? ഇത് പൊളിറ്റീഷ്യൻസ് ഒത്തിരി യൂസ് ചെയ്യും. അവരെ സംബന്ധിച്ചുള്ള അവർക്കറിയാം ഇതാണ്. ഇങ്ങനെ പറഞ്ഞു കഴിയുമ്പോൾ ഇതായി. ചില ആൾക്കാർ എക്സസീവ്ലി അങ്ങനെ ചെയ്യുന്ന ആൾക്കാരുണ്ട്. പക്ഷെ നിങ്ങൾക്ക് പോയിന്റ് മനസ്സിലായല്ലോ. അപ്പൊ ഇത് ഈ സ്പീച്ചിന് വേണ്ടി മാത്രമല്ല, റെഗുലർ കോൺവെർസേഷനകത്തും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഓക്കെ. അപ്പൊ ഇനി നിങ്ങളെ സംബന്ധിച്ചുള്ള നിങ്ങൾ അറിഞ്ഞിരിക്കണം വെച്ചാൽ നിങ്ങളുടെ ഷേക്ക് ഹാൻഡ്. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ എൻ്റെ അടുത്ത് വന്ന് നമ്മളെ സംബന്ധിച്ചുള്ള കേരളത്തിൽ എല്ലാ വർഷവും 2 പ്രാവശ്യം ഞാൻ ഇവന്റുകൾ ചെയ്യാറുണ്ട്. അപ്പൊ നിങ്ങൾ എന്നെ വന്നു, നമ്മളെ സംബന്ധിച്ചുള്ള 10, 200, 300 ആൾക്കാർ വന്ന് അറ്റൻഡ് ചെയ്യുന്ന ഇവന്റുകളാണ്. അപ്പൊ ആ ഇവന്റുകൾ നിങ്ങൾ എന്നെ വന്ന് ഷേക്ക് ഹാൻഡ് ചെയ്യുമ്പോൾ ആ ഷേക്ക് ഹാൻഡിൽ നിന്ന് എനിക്ക് അറിയാൻ പറ്റും നിങ്ങൾ ആരാണെന്ന്. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോന്ന് അറിയത്തില്ല, ഇതെല്ലാം മനുഷ്യൻ അറിയാത്ത ഒരു ലോകത്താണ് ഇരിക്കുന്നത്. ചില ആൾക്കാർ വന്നിട്ട് ഇങ്ങനെ ചുമ്മാ ഇങ്ങനെ ഷേക്ക് ഹാൻഡ് തരുവാണ്. അപ്പൊ ഷെയ്ക്കാൻ എന്ന് പറഞ്ഞാൽ എന്തിനാണ് ഇവോൾവ് ആയേക്കുന്നത്? ഷെയ്ക്കാൻ ഇവോൾവ് ആയേക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മൾ ഡീൽ ഉണ്ടാക്കുന്ന സമയത്ത് ഡീലിനെ കൺഫേം ചെയ്യാനായിട്ടുള്ള സാധനമാണ്. ഫോർ എക്സാമ്പിൾ എന്ന് വെച്ചാൽ, ഡൊണാൾഡ് ട്രംപിന് നിങ്ങൾ കണ്ടിട്ടുണ്ട്, അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്ന ആൾ. പുള്ളി ആർക്ക് ഷെയ്ക്കാൻ കൊടുത്താലും പുള്ളി ആ ഷെയ്ക്കാൻ ചെയ്യുന്ന ആളെ വലിച്ചുകൊണ്ട് ഇങ്ങനെ 1.5 കിലോമീറ്റർ പുറകോട്ട് പോകും. കൺട്രോളിംഗ് ആണ്. പുള്ളിയെ സംബന്ധിച്ചുള്ള എല്ലാവരെയും കൺട്രോൾ ചെയ്യുക. പുള്ളി മനസ്സിലായോ? ചില ആൾക്കാരുണ്ടല്ലോ, ഷെയ്ക്ക് ചെയ്തു ഇങ്ങനെ വലിച്ചോണ്ട് പോവാ, വടംവലിയാ. പുള്ളി അങ്ങനെ വലിച്ചോണ്ട് അങ്ങോട്ട് പോകും. അപ്പൊ ആൾക്ക് എന്താ സംഭവിച്ചു? ആളിങ്ങനെ വന്ന് വീഴുവാണ്. ക്ലിയർ ആണോ? അങ്ങനെ വന്ന ആളുടെ പോസ്റ്റർ നഷ്ടപ്പെട്ടു പോയി. പൊസിഷനിങ് എടുത്ത് കളയുന്ന ഒരു പരിപാടിയാണ് വലിയ ചില ആൾക്കാർ ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ആണ്. അതൊരു അൺനെസസറി ആയിട്ടുള്ള ബുള്ളിങ് ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതിന്റെ ആവശ്യമില്ല. അല്ലാതെ തന്നെ നിങ്ങൾ പവർ എക്സേർട്ട് ചെയ്യാൻ കാണിച്ചു തരാം. ഫോർ എക്സാമ്പിൾ, ഞാൻ ഷെയ്ക്കാൻ കൊടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട്, ചില ആൾക്കാരെ നമ്മുടെ അടുത്ത് വന്നിട്ട് ഷെയ്ക്കാൻ ഇങ്ങനെയാണ് തരുന്നത്. ക്ലിയർ ആണോ? ഇങ്ങനെ ഷെയ്ക്കാൻ തരുവാണ്. അപ്പൊ നമ്മൾ മുകളിലോട്ട് കൈവച്ച് ഇങ്ങനെ, അല്ലേ? എന്നെ സംബന്ധിച്ചോളം അങ്ങനെ അത് വിഷ്വലി കാണിച്ചു തരാൻ പറ്റുന്നത്. അപ്പൊ നമ്മളെ സംബന്ധിച്ച് ഇങ്ങനെ വരുന്നു. അപ്പൊ നമ്മൾ കൈ കൊടുക്കുന്നുണ്ടല്ലേ? ക്ലിയർ ആണോ? അപ്പൊ ഇവരെന്ന് പറഞ്ഞാൽ സബ്മിറ്റീവ് ആയിട്ടുള്ള ആൾക്കാരാണ്. നമ്മുടെ മറ്റേ പ്രിൻസിപ്പിൾ ആലോചിച്ച് നോക്കിയാൽ, കൈയുടെ കാര്യം ഞാൻ കാണിച്ചില്ലേ? കൈ മുകളിലോട്ട് താഴോട്ട് കാണിച്ചില്ലേ? സെയിം പ്രിൻസിപ്പിൾ ഇവിടെ ഷെയ്ക്കാൻ അപ്ലൈ ചെയ്യുമ്പോൾ എന്താ സംഭവിച്ചാൽ, ഇങ്ങനെ വന്ന് തൈ തരുന്ന ആൾക്കാർ സബ്മിസീവ് ആയിട്ട് വരുന്ന ആൾക്കാരാണ്. പക്ഷെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. ഞാൻ ചില പ്രീസ്റ്റുകളിൽ ഇത് കണ്ടിട്ടുണ്ട്, ചില പൊളിറ്റീഷ്യൻസിൽ കണ്ടിട്ടുണ്ട്, ചില ഓവർ കോൺഫിഡൻസ് ആൾക്കാരിൽ കണ്ടിട്ടുണ്ട്. അവരെന്നാ വെച്ചാൽ അവരിങ്ങനെയാണ് ഷെയ്ക്കാൻ തരാൻ വരുന്നത്. ക്ലിയർ ആണോ? അപ്പൊ ഞാൻ ഇങ്ങനെ വന്ന് ഷെയ്ക്കാൻ തരാൻ വരുന്ന ആൾക്കാരെ പിടിച്ച് ഞാൻ നേരെ ആക്കും. ക്ലിയർ ആണോ? നേരെ ആക്കും എന്ന് പറഞ്ഞാൽ അവരെ ഞാൻ ഈക്വൽ ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നതിന്റെ സബ് കോൺഷ്യസ് ആയിട്ടുള്ള മെറ്റഫറാണ്. ഈ പറഞ്ഞ രീതിയിൽ അവർ ഇങ്ങനെ ഷെയ്ക്കാൻ തരുന്ന ആളെ പിടിച്ച് ഞാൻ നേരെ ഇങ്ങനെ ആക്കും. ഇങ്ങനെ വരുന്ന ആളെയോ അവർ ഞാൻ നേരെ ആക്കിയിരിക്കും. ഒരു കാരണവശാലും. അപ്പൊ ബേസിക്കലി അവർ ഡോമിനൻസ് എക്സേർട്ട് ചെയ്യുവാണ് ചെയ്തേക്കുന്നത്. എന്ത്? നിങ്ങളുടെ അടുത്ത് നമ്മളെ സംബന്ധിച്ചോളം നിങ്ങൾ അറിയാവുന്ന തരത്തില്ല പട്ടികളെ പ്രത്യേകത എന്ന് വെച്ചാൽ, പട്ടികൾ ഈ പറഞ്ഞ രീതിയിൽ സ്വന്തം വീട്ടിലൊരു പട്ടി ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് വീട്ടിൽ പട്ടി ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്തുള്ള ഒരാൾക്ക് പട്ടി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാം. എന്ന് വെച്ചാൽ പട്ടികൾ ഈ പറഞ്ഞാൽ ടെറിട്ടറി മാർക്ക് ചെയ്യുമെന്ന് പറയും. അതായത് ടെറിട്ടറി മാർക്ക് ചെയ്യുന്ന പറഞ്ഞാൽ അവർ എവിടെയെങ്കിലും പോയി മൂത്രം ഒഴിച്ചിട്ട് ഇതെന്റെ സ്ഥലമാണ്, ഇതും എൻ്റെ സ്ഥലമാണ്, ഇതും എൻ്റെ സ്ഥലമാണ്, വീട്ടിലെത്തിക്കഴിഞ്ഞാൽ വീട്ടിലെ മൂത്രം ഒഴിക്കും. അത് അവരുടെ ടെറിട്ടറി ആയിട്ട് മാർക്ക് ചെയ്യുക. ഇതുപോലെ ഹ്യൂമൻസ് അവരുടെ ടെറിട്ടറി, ഞാനാണ് ഇന്ന അതോറിറ്റി എന്ന് കാണിച്ചു തരുന്ന പരിപാടിയാണ് ഇങ്ങനെയുള്ള ഷെയ്ക്ക് ഹാൻഡ്. ഇത് ഫാസിനേറ്റിംഗ് ആണ്. നിങ്ങളെ സംബന്ധിച്ചുള്ള നിങ്ങൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞാൽ പുതിയൊരു ഭാഷ കാണുന്നുണ്ടോ? പുതിയൊരു ഭാഷ കാണുന്നുണ്ട്. ലാംഗ്വേജ് ഒന്നിട്ടേ, ചാർട്ടിട്ടെ. ഓക്കെ, കൂൾ. അപ്പൊ അങ്ങനെ വരുമ്പോൾ നിങ്ങൾ എന്നാ സംഭവിക്കുക വെച്ചാൽ, ഇവിടെ അതോറിറ്റി എക്സേർട്ട് ചെയ്യാനായിട്ട് ഒരാൾ എൻ്റെ അടുത്ത് വരുവാണെങ്കിൽ, ഞാൻ എത്ര പരിശ്രമിച്ചിട്ടാണെങ്കിലും മറ്റേ കൈയോട് യൂസ് ചെയ്തിട്ടാണെങ്കിലും അവരെ നേരെ ആക്കിയിട്ട് വിടുള്ളൂ. മനസ്സിലായോ? അപ്പൊ അവിടെ കാരണം നമ്മൾ അറിയാതെ അവർ സബ് കോൺഷ്യസ് ഡോമിനൻസ് എടുക്കുവാണ്. പക്ഷെ ഞാൻ ഒരിക്കലും ഇങ്ങനെ ഒരു ഷെയ്ക്കാൻ ഒരാൾക്ക് കൊടുക്കുകയില്ല. കാരണം എന്നെ സംബന്ധിച്ചോളം ഞാൻ ആരാണ് അവരുടെ അടുത്ത് അതോറിറ്റി എക്സേർട്ട് ചെയ്യാനായിട്ട്? നമ്മൾ അവരെ റെസ്പെക്ട് ചെയ്യണം, എന്നെ നിങ്ങൾ റെസ്പെക്ട് ചെയ്ത് നോക്കുള്ളൂ. അതാണ് നമ്മളുടെ അസേർഷൻ. ക്ലിയർ ആണോ? ഇപ്പൊ ഹാൻഡ് ഷേക്കിന്റെ കാര്യം ക്ലിയർ ആണോ? പിന്നെ സ്ത്രീകൾക്ക് ഷെയ്ക്കാൻ കൊടുക്കുമ്പോൾ അപ്പൊ അതിലേക്ക് പോകുന്നതിന് ഒരു കാര്യം പറഞ്ഞോട്ടെ. ചില ആൾക്കാർ അവരുടെ മരണശക്തി എടുത്തോണ്ടാണ് ഷെയ്ക്കാൻ തരാൻ വരുന്നത്.
അവരെ സംബന്ധിച്ചോളം ഇത് തന്നെയാണ് ഈ പറഞ്ഞ പോലെ ഈ ജിമ്മിലൊക്കെ പോയി കഴിഞ്ഞാൽ ഇങ്ങനെ ക്ലഞ്ച് ചെയ്യുന്ന ഒരു സാധനമുണ്ട്. ഇങ്ങനെ പിടിച്ച് ഞെക്കി അങ്ങ് ഇതാക്കുന്നതിനനുസരിച്ച് എത്ര കൂടുതൽ കഴിവുണ്ടെന്ന് നമുക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റുന്ന പോലെയാണ് നമ്മൾ കൈ മുറിച്ച് പൊട്ടിച്ച് കളയും ചില ആൾക്കാർ. ക്ലിയർ ആണ്. ഓഫ് കോഴ്സ് നമ്മളെ സംബന്ധിച്ചോളം റീസെന്റ് ഫേം ആയിട്ടുള്ള ഹാൻഡ് ഷേക്ക് കൊടുക്കണം, അത് കോൺഫിഡൻസ് എക്സേർട്ട് ചെയ്യാനുള്ള ഒരു കാര്യമാണ്. പക്ഷെ എന്നാൽ പോലും നമ്മളെ സംബന്ധിച്ച് ഒരാളുടെ കൈ വിരൽ ഈ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം ഒടിച്ചു പോകുന്ന രീതിയിൽ നമ്മൾ ഷേക്കാൻ കൊടുക്കരുത്. ക്ലിയർ ആണ്. നമ്മളെ സംബന്ധിച്ചോളം നമ്മൾ വിരലടിച്ച് ഓടിക്കുക എന്നുള്ളതല്ല പ്രത്യേകത, നമ്മൾ ഫേം ആയിരിക്കണം. അതേസമയം മറ്റേ ആൾ കുറച്ചുകൂടെ ഹയർ ലെവലിലാണ്. ഒരു ടാങ്കോ എന്ന് പറഞ്ഞേക്കുന്ന നമ്മളെ ഒരു ഡാൻസ് ഉണ്ട്. നമ്മൾ ഒരാൾ ഡാൻസ് ചെയ്യുന്നതനുസരിച്ച് മറ്റേ ആൾ ഡാൻസ് ചെയ്യും. അപ്പൊ മറ്റേ ആൾ കുറെ കൂടെ സ്ട്രോങ് ഫേം ആയിട്ടുള്ള ഇതിലാണ് വരുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫേംനെസ് കൂട്ടണം. നിങ്ങളൊരു മീഡിയം ലെവൽ ഫേംനെസ്സിൽ ഷേക്ക് ഹാൻഡ് കൊടുത്തിട്ട് മറ്റേ ആളുടെ ഫേംനെസ് കുറവാണെങ്കിൽ കുറച്ച് കുറയ്ക്കുക, മറ്റേ ആളുടെ കൂടുതലാണ് കൂട്ടുക. ക്ലിയർ ആണ്. അങ്ങനെയാണ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ ഈ കൈ പൊട്ടിച്ച് കളയാന്നുള്ളതല്ല നമ്മുടെ ഷേക്ക് ഹാൻഡിന്റെ പർപ്പസ്. എനിക്ക് ഭയങ്കര ആത്മവിശ്വാസം കാരണം ഒരു രക്ഷയില്ല. നിന്നോട് സംസാരിക്കുന്ന ആൾക്കാരല്ല ആണ്ട് വിരലിന് പിന്നെ ഇനി ഇതിടണം, എന്താണ് ബാൻഡേഡ് ഇടണം. അത് മാത്രമല്ല മറ്റേ എന്താണ് ഈ കാസ്റ്റ് ഇടണം, എന്നാലും ഉള്ളവർക്ക് ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അതല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. സ്ത്രീകൾക്ക് ഷേക്കാൻ കൊടുക്കുമ്പോൾ എഗെയിൻ നിങ്ങളെ സംബന്ധിച്ചോളം നിങ്ങൾ ഒരു ഈ പറഞ്ഞ ഒരു സ്ത്രീയുടെ കൈ പിടിച്ച് വിരൽ പിടിച്ച് പൊട്ടിച്ച് കളയരുത്. അതിന് പറയുക സ്ത്രീകൾക്ക് ഷേക്കാൻ കൊടുക്കുമ്പോൾ ജസ്റ്റ് ചെറിയ രീതിയിൽ നമ്മൾ ഇങ്ങനെ ഷേക്കാൻ കൊടുത്താൽ മതി. ചെറിയ, അതായത് ഫിംഗേഴ്സ് മാത്രം ടച്ച് ചെയ്താൽ മതി. മനസ്സിലായോ? ഇങ്ങനെ ചെയ്താൽ മതി. ക്ലിയർ ആണോ? വളരെ സോഫ്റ്റ് ആയിട്ട് വേണം സ്ത്രീകൾക്ക് ഷേക്കാൻ കൊടുക്കുകയാണെങ്കിൽ ഷേക്കാൻ എടുക്കുക. സ്ത്രീകളുടെ അടുത്ത് നിങ്ങൾ കോൺഫിഡൻസ് കാണിച്ച് അവരുടെ റിസ്റ്റ് ഒടിച്ച് കളയരുത്, പിന്നെ വാച്ച് കിട്ടാൻ പറ്റാതെ വരും. അപ്പൊ ഈക്വാലിറ്റി നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഇങ്ങനെയുള്ള ഷേക്ക് ഹാൻഡിലൂടെയാണ്. അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെ നോക്കുവാണെങ്കിൽ ഇതുണ്ടോ, ഇങ്ങനെയുള്ള ഷേക്ക് ഹാൻഡാ. ഇത് അതോറിറ്റിയാണ്, ഇത് സബ്മിസീവ്നെസ് ആണ് ഈ ആളെ സംബന്ധിച്ചോളം. അതിന് പകരം ഈക്വാലിറ്റിയാണ് നമ്മുടെ ഷേക്ക് ഹാൻഡിന്റെ ഡീല്. ക്ലിയർ ആണോ? അപ്പൊ ഷേക്ക് ഹാൻഡ് തന്നെ എന്തോരം കാര്യങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. പിന്നെ ഡബിൾ ഹാൻഡർ എന്ന് പറഞ്ഞാൽ ചില ആൾക്കാർ ശ്രദ്ധിച്ചിട്ടുണ്ട്, ഒരു കൈക്ക് പകരം 2 കൈ ഇടും. ചില ആൾക്കാർ സിൻസിയറിറ്റി എന്ന് അത് ചെയ്യാറുണ്ട്. പൊളിറ്റീഷ്യൻസ് ഇത് ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങളെ സംബന്ധിച്ച് ഞാൻ നിങ്ങളെ ഭയങ്കര കെയർ ചെയ്യുന്നുണ്ടെന്ന് ചിലർ പ്രിറ്റൻഡ് ചെയ്താണ്, ചിലർ സിൻസിയർലി കെയർ ചെയ്യുന്നതാണ്. ഒരു കൈ കൊടുക്കുന്നു, അതിന്റെ കൂടെ മറ്റേ കൈയുടെ അപ്പുറത്തെ സൈഡിൽ. അങ്ങനെ ഒരാൾ രണ്ടാമത്തെ കൈയായിട്ട് വരുവാണെങ്കിൽ നിങ്ങളുടെ മറ്റേ കൈ എടുത്ത് അതിന്റെ പുറത്തോട്ട് നിങ്ങളും പിടിച്ചേക്കണം. അപ്പൊ അവിടെ നിങ്ങളെ സംബന്ധിച്ചോളം നിങ്ങൾ കെയർ ചെയ്യുന്നുണ്ട് എന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാനായിട്ട്. നനഞ്ഞ കൈയുമായിട്ട് ഒരു കാരണവശാലും പോയി ഷേക്കാൻ കൊടുക്കാൻ പോയേക്കരുത്. ജസ്റ്റ് ഫുൾ കോൺഫിഡൻസ് പോയി, അല്ല നിങ്ങളുടെ കൈ തണുപ്പാണെങ്കിൽ ആൾക്കാരെ സംബന്ധിച്ചുള്ള ആൾക്കാർക്ക് നിങ്ങളെ കുറിച്ചുള്ള റെസ്പെക്ട് ഒരു വേഴ്സ് ആയിട്ടുള്ള ഹാൻഡ് ഷേക്കാണ്. കൈ നനഞ്ഞിരിക്കുന്നത്, അതുപോലെ തണുത്തിരിക്കുന്ന മീനിനെ പിടിക്കുന്ന പോലെ ആയിരിക്കരുത് നിങ്ങളുടെ ഇതിരിക്കുന്നത്. ക്ലിയർ ആണ്? അപ്പം നിങ്ങൾ ഇതാണ് ബേസിക് ആയിട്ടുള്ള ഹാൻഡ് ഷേക്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം. അപ്പോൾ നെഗോഷിയേഷന് പോകുമ്പോഴോ സെയിൽസിന് പോകുമ്പോഴോ ഒരു ഡീൽ മേക്ക് ചെയ്യാൻ പോകുമ്പോഴോ എല്ലാം ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ചില ആൾക്കാർ ഡോമിനേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ കൈ പിടിച്ചിട്ട് നമ്മുടെ മറ്റേ കയ്യിൽ പിടിക്കും. ഫോർ എക്സാമ്പിൾ ഒരു ഷേക്ക് ഹാൻഡ് തന്നിട്ട് നമ്മുടെ മറ്റേ കയ്യിൽ ഇങ്ങനെ പിടിക്കും. ഫോർ എക്സാമ്പിൾ ഷേക്ക് ഹാൻഡ് തന്നു, ഇങ്ങനെ പിടിക്കും. ചില ആൾക്കാർ കെയറിങ് കൊണ്ടാണ് പിടിക്കുന്നത്, ചില ആൾക്കാർ ഡോമിനേറ്റ് ചെയ്യാൻ വേണ്ടി പിടിക്കും. ഫോർ എക്സാമ്പിൾ എന്ന് വെച്ചാൽ മറ്റേ കയ്യിലോട്ട് പിടിക്കും. അപ്പം നിങ്ങളെ സംബന്ധിച്ചോളം ഞാൻ വളരെ വലിയ CEOസിൻ്റെ അടുത്ത്, വളരെ വലിയ കമ്പനികളുടെ അടുത്ത്, ബില്യനേഴ്സ് ടൈപ്പുള്ള ആൾക്കാരുടെ അടുത്ത് പോകുമ്പോൾ ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം അവരെ സംബന്ധിച്ചോളം അവർ വളരെ ടാക്കിയാണ്, വളരെ ഇന്റലിജന്റ് ആയിട്ടുള്ള, വളരെ ഷാർപ്പായിട്ടുള്ള ആൾക്കാരാണ്. അപ്പം നമ്മൾ അവർക്ക് ഷേക്കാൻ കൊടുക്കുന്ന സമയത്ത് ഒരാൾ നമ്മുടെ തോളെ കൈവച്ച് കഴിഞ്ഞാൽ ഈക്വാലിറ്റി നിങ്ങൾക്ക് എക്സേർട്ട് ചെയ്യണമെന്ന് പറഞ്ഞു. ഞാൻ ഒരു കൺസൾട്ടിങ് ഇതിനാണ് പോകുന്നത്, 1000 കോടി രൂപയുടെ ഒരു കമ്പനിയുടെ കൺസൾട്ടിങ് ഞാൻ പോകുന്ന സമയത്ത് ആ സിറ്റുവേഷൻ വരുമ്പോൾ അയാൾ എൻ്റെ തോളെ കൈ പിടിക്കുമ്പോൾ ഞാനിങ്ങനെ ഓക്കെ സാർ എന്ന് പറഞ്ഞ് നിന്ന് കഴിഞ്ഞാൽ ആരും നമ്മളെ മൈൻഡ് ചെയ്യില്ല. അപ്പം നമ്മുടെ തോളെ കൈ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈക്വലി പറ്റുന്ന ആൾക്കാരാണ്. നിങ്ങൾ അച്ഛന്മാര്, സുപ്പീരിയർ ആയിട്ടുള്ള ആൾക്കാർ, അവർ നമ്മുടെ തോളയിൽ ഇങ്ങനെ തട്ടുമല്ലേ, മോനെ കുട്ടാന്നുള്ള രീതിയിൽ. ക്ലിയർ ആണോ? അപ്പൊ അവിടെ നിങ്ങളെ സംബന്ധിച്ചോളം നിങ്ങൾ ഇങ്ങോട്ട് അവരെന്ത് ചെയ്യുന്നോ അത് ഓപ്പോസിറ്റ് സൈഡിൽ, അവരുടെ സൈഡിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന നിങ്ങളുടെ ഈക്വാലിറ്റി നിങ്ങൾ കളഞ്ഞു. അപ്പം നിങ്ങളുടെ പൊസിഷനിങ് നിങ്ങൾ കളഞ്ഞിട്ടുണ്ട്. ഇതാണ് ഈ ഗ്രാസ്പ് എന്ന് പറഞ്ഞേക്കുന്നത്. അതായത് ഷേക്ക് ഹാൻഡിന്റെ കൂടെയുള്ള ഗ്രാസ്പാണ്. കൈ ഇങ്ങനെ തരുന്നു, സൈഡിൽ ഇങ്ങനെ പിടിക്കുന്നു, ഇവിടെ പിടിക്കുന്നു, മോളും. ഇത് ഓരോന്നിനും ഓരോ മീനിങ് ഉണ്ട്. അതായത് കൈ ഇങ്ങനെ പിടിക്കുമ്പോൾ ഇപ്പറേ 2 ഡബിൾ ഹാൻഡ് ഷേക്ക് ആകാം, അല്ലെങ്കിൽ കൈയുടെ നിങ്ങളുടെ എൽബോ ഇവിടെ മുട്ടിന്റെ അവിടെ പിടിക്കുന്നതാകാം, അല്ലെങ്കിൽ ഷോൾഡറിന്റെ അവിടെ പിടിക്കുന്നത്. അതെല്ലാം ഡിഫറെന്റ് ആയിട്ടുള്ള മീനിങ്സ് ഉണ്ട്. അത് നിങ്ങൾ കൂടുതലായിട്ട് നമുക്ക് മനസ്സിലാക്കാം. അപ്പം ആ ഗ്രിപ്പിനെല്ലാം ഡിഫറെന്റ് ആയിട്ടുള്ള മീനിങ് ഉണ്ട്. പക്ഷെ നിങ്ങൾ എന്ത് ചെയ്താലും നിങ്ങൾ അപ്പുറത്തെ സൈഡിൽ ഒരു ചെറിയ ക്ലൂ എങ്കിലും അപ്പുറത്തെ സൈഡിൽ, ഫോർ എക്സാമ്പിൾ തോളയിലോട്ട് കൈവയ്ക്കുന്ന ആളുടെ അടുത്ത് മറ്റേ തോളയിലോട്ട് തന്നെ കൈവയ്ക്കണമെന്ന് നിർബന്ധമില്ല. അപ്പുറത്തെ സൈഡിൽ ഒരു ടച്ച് എങ്കിലും കൊടുത്ത് നമ്മുടെ ഈക്വാലിറ്റി നമ്മൾ എക്സ്പ്രസ് ചെയ്യണം. ഒരു കാരണവശാലും ചെയ്യരുതാത്ത പരിപാടിയാണ് കൈ പിടിച്ച് മുറിച്ച് കളയരുത്. അതുപോലെ ഓവർലി ഒട്ടും ശക്തിയില്ലാതെ ഹാൻഡ് ഷേക്കുകയും ചെയ്യരുത്. ക്ലിയർ ആണ്? അപ്പൊ നമ്മുടെ കോൺഫിഡൻസ് ഇല്ലായ്മയാണ്. നമ്മുടെ വിരൽ മാത്രം മറ്റുള്ളവർക്ക് കൊണ്ടേ കൊടുത്തിട്ട് ഇവിടെ കൈ ഹാൻഡ് ഷേക്ക് ചെയ്തോ എന്ന് പറയുന്നത് വളരെ
കോൺഫിഡൻസ് ഇല്ലാത്ത ഒരു കാര്യമാണ്. അപ്പം ഞാൻ അവിടുന്ന് പോയി കഴിഞ്ഞാൽ, അടുത്ത സ്ഥലത്തേക്ക് യാത്ര ചെയ്ത് കഴിഞ്ഞാൽ, നിങ്ങളെ സംബന്ധിച്ചോളം പൊസിഷനിങ്ങിന് ഇമ്പോർട്ടൻ്റ് ഉണ്ട്. പൊസിഷനിങ് എന്ന് പറഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ, ഒരാൾ ഇവിടെ നിൽക്കുന്നു, ആ ആളുടെ റൈറ്റ് സൈഡ്, ലെഫ്റ്റ് സൈഡ് അഡ്വാൻറ്റേജ് എന്നാണ് പറയുന്നത്. വിഷ്വലി കാണുമ്പോൾ ലെഫ്റ്റ് സൈഡിലായിട്ട് കാണും, പിക്ചറിൽ കാണുമ്പോൾ. ഞാൻ ഇവിടെ ഒരു പിക്ചർ എക്സാമ്പിൾ കാണിക്കാം. റൊണാൾഡ് റീഗൻ ഒരാളെടുത്ത് നിൽക്കുന്ന നിക്സൺ എന്ന് പറഞ്ഞേക്കുന്ന പഴയ ഒരു പ്രസിഡന്റ് എടുത്താന്ന് തോന്നുന്നു. അപ്പൊ ഇവിടെ റൈറ്റ് സൈഡ് നിൽക്കുന്ന ആൾക്ക് എപ്പോഴും ഇമ്പോർട്ടൻസ് ഉണ്ട്. ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, എൻ്റെ തന്നെ എക്സാമ്പിൾ പറഞ്ഞാൽ, ഞാനും ഡാൻ ലോക്ക് ഇന്റർവ്യൂ ആണ്. ഡാൻ ലോക്കിനെ നിങ്ങൾക്ക് അറിയാമെന്ന് അറിയത്തില്ല. ലോകത്തിലെ ഏറ്റവും കൂടുതൽ ഫോളോവേഴ്സ് ഉള്ള യൂട്യൂബിൽ ബിസിനസ് സ്ട്രാറ്റജിസ്റ്റ് ആണ്. അപ്പോൾ എൻ്റെ പാർട്ണറാണ്. അപ്പോൾ ഡാൻലോഗിന് ഇന്റർവ്യൂ ചെയ്യുമ്പോൾ ഞാൻ ഡാൻലോട് പറഞ്ഞു, അതെ ഡാൻ, ഞാൻ അവിടെ ഞാൻ അവിടെ ഇരുന്നോട്ടെ എന്ന് ചോദിച്ചപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞു, അയ്യോ എൻ്റെ സൈഡ്, ഈ സൈഡാണ് കുറച്ചുകൂടെ നല്ലത്, ഞാൻ അവിടെ ഇരുന്നോളാം, റൂമിൽ ഇവിടെ ഇരുന്നോളാം പറഞ്ഞ് എന്നെ പയ്യെ പുള്ളി മറ്റേ സൈഡിൽ പുള്ളി പിടിച്ചിരുത്തി. ക്ലിയർ ആണോ? അപ്പോൾ അവിടെ എന്നെ സംബന്ധിച്ചാൽ ഇന്റർവ്യൂ ചെയ്യാൻ പോകുന്ന ആൾ അവർ പറയുവാണ് എനിക്ക് അവിടെ ഇരിക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഇരിക്കാൻ പറ്റില്ല. പക്ഷെ ജനറലി സ്പീക്കിംഗ്, നിങ്ങൾ റൈറ്റ് സൈഡിൽ ഇരിക്കുന്ന ആളാണ് മറ്റേ ആളുടെ സബ്കോൺഷ്യസ്ലി റൈറ്റ് സൈഡിൽ ഇരിക്കുന്ന ആളാണ് മറ്റേ ആളെ പ്രൊട്ടക്ട് ചെയ്യുന്ന, മറ്റേ ആളെ കെയർ ചെയ്യുന്ന ആള് എന്നൊരു ഫീലിംഗ് ഉണ്ടാക്കാൻ പറ്റും. അപ്പൊ നിങ്ങളെ സംബന്ധിച്ചാൽ ഞാൻ ഉടനെ തന്നെ, ഇപ്പൊ ഒരുപക്ഷെ ഇല്ലെങ്കിൽ ജെ എബ്രഹാം എന്ന് പറഞ്ഞേക്കുന്നത് നിങ്ങൾ ലേറ്റർ ആണ് കാണുന്നതെന്നുണ്ടെങ്കിൽ, ഓൾറെഡി ജെ എബ്രഹാം എന്ന് പറഞ്ഞ ലോകത്തിലെ ഏറ്റവും വലിയ ബിസിനസ് സ്ട്രാറ്റജിസ്റ്റിനെ ഞാൻ ഇന്റർവ്യൂ ചെയ്ത് ലേറ്റർ ഓൺ. അപ്പൊ ആ ഇന്റർവ്യൂ ചെയ്തപ്പോൾ ഞാൻ അവിടെ സെറ്റപ്പ് ചെയ്തപ്പോൾ തന്നെ ഞാൻ എന്ന് വെച്ചാൽ, ഞാൻ പയ്യെ എന്റെ സാധനം എല്ലാം അവിടെ കൊണ്ടു വെച്ചു റൈറ്റ് സൈഡിൽ ചേർന്നത്. ഓക്കെ, സോ ദാറ്റ് പുള്ളിക്കാരനെ ഞാൻ റൈറ്റ് സൈഡിൽ ഇരുന്ന് ഇന്റർവ്യൂ ചെയ്യുന്നത്. അപ്പൊ റൈറ്റ് സൈഡിൽ ഇരുന്ന് ഇന്റർവ്യൂ ചെയ്യുമ്പോൾ അവിടെ നമ്മൾ അതോറിറ്റി, ഈക്വാലിറ്റി എസ്റ്റാബ്ലിഷ് ചെയ്തു. അത് മാത്രമല്ല, നമ്മളാണ് പ്രൊട്ടക്ട് ചെയ്യുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ, നിങ്ങളൊരു സ്ഥലത്ത് പോയി ഇരിക്കുവാണെങ്കിൽ നിങ്ങളൊരു ക്ലോസ് ഫ്രണ്ട്, ഇതെല്ലാം ഫാസിനേറ്റിംഗ് ആയിട്ടുള്ള കുറേ കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇതെല്ലാം നിങ്ങൾക്ക് കാണാൻ പറ്റും. നിങ്ങളൊരു സ്ഥലത്ത് പോയി ഇരിക്കുവാണെങ്കിൽ നിങ്ങളുടെ ക്ലോസ് ആയിട്ടുള്ള ഫ്രണ്ട് ഒരാൾ എന്ന് വെച്ചാൽ, ഇതിനെ കാരണം നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് ഒന്നും കളയരുത്. പക്ഷെ ജനറലി സ്പീക്കിംഗ്, ഒരു ക്ലോസ് ആയിട്ടുള്ള ഫ്രണ്ട് നിങ്ങളുടെ വലത്തുവശത്തെ വന്നിരിക്കുള്ളൂ, നിങ്ങളുടെ ക്ലോസസ്റ്റ് ആയിട്ടുള്ള ഫ്രണ്ട്. ക്ലിയർ ആണോ? അപ്പൊ നിങ്ങളെ സംബന്ധിച്ചോളം, നിങ്ങളിരിക്കുന്നു, നിങ്ങളുടെ വലത്തുവശത്ത് വന്ന ആൾ വന്നിരിക്കും, നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഫ്രണ്ട്. ഓക്കെ, അപ്പോൾ അതുപോലെ തന്നെ നിങ്ങളെ സംബന്ധിച്ചോളം റെസ്റ്റോറൻറ്റിൽ പോയിരുന്ന, ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 25 വർഷത്തെ എൻ്റെ ഇതാണ്. അപ്പം നിങ്ങളെ സംബന്ധിച്ചോളം ഞാൻ ഔട്ട് ഓഫ് സിലബസ് കുറച്ച് പോകും. പക്ഷേ ഞാൻ ഇവിടെ മാക്സിമം ലിമിറ്റ് ചെയ്യാൻ നോക്കിയോളാം. നിങ്ങൾ റെസ്റ്റോറൻറ്റിൽ പോയിരിക്കുവാണെങ്കിൽ നിങ്ങൾ വളരെ ക്ലോസ് ആയിട്ടുള്ള ആളാണ് നിങ്ങളുടെ സൈഡിൽ വന്നിരിക്കുള്ളൂ, ഓപ്പോസിറ്റ് സൈഡിലായിരിക്കില്ല വന്നിരിക്കുന്നത്. ഫിസിക്കലി പോസിബിൾ ആയിട്ടൊരു സിറ്റുവേഷൻ ആണെങ്കിൽ നിങ്ങളോട് കുറച്ച് ഡിസ്റ്റൻ്റ് ആയിട്ടുള്ള ആൾക്കാർ അപ്പുറം പോയിരിക്കും. അപ്പം നിങ്ങൾ കണ്ടിട്ടില്ലേ, പ്രണയിക്കുന്ന ആൾക്കാർ രണ്ടുപേരോട് അടുത്തടുത്ത് പോയിരിക്കുകയാണ്, അവിടെ തന്നെ വലത്തുവശത്ത് പോയി അവരിയ്ക്കാൻ നോക്കും. ഓക്കെ, അപ്പൊ ആ അഡ്വാൻറ്റേജ്, അപ്പൊ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഷെയ്ക്ക് ഹാൻഡ് എടുക്കുന്ന സമയത്ത്, പിക്ചർ എടുക്കുന്ന സമയത്ത് നിങ്ങൾ എവിടെയാണ് നിൽക്കേണ്ടത്? പിക്ചർ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലാണ് വരേണ്ടത്, നിങ്ങൾ ഈ സൈഡിലാണ് നിൽക്കേണ്ടത്. ക്ലിയർ ആണോ? അതായത് നിങ്ങളുടെ ലെഫ്റ്റിലായിരിക്കണം ഈ പറഞ്ഞ ആള് സംസാരിക്കുന്നത്. അവിടെ നിങ്ങളെ സംബന്ധിച്ചോളം നിങ്ങൾ ഓൾറെഡി സുപ്പീരിയർ തരത്തിൽ. ഇത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ, മോഡിയോ, ട്രംപോ ഇവരൊക്കെ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ, വളരെ പ്രോമിനന്റ് ആയിട്ടുള്ള ഫിഗേഴ്സ്, അവർക്കറിയാം ഈ പരിപാടി, അറിഞ്ഞോ അറിയാതെ, അല്ലെങ്കിൽ അവർക്ക് അഡ്വൈസേഴ്സ് ഉണ്ട്, വിദ്യാഭ്യാസം ഉള്ളവരും ഇല്ലാത്തവരും ഒക്കെ ഉണ്ടല്ലോ. അപ്പൊ അവർക്ക് അതിനനുസരിച്ച് ഈ പറഞ്ഞ പോലെ ഏറ്റവും നല്ല കൺസൾട്ടൻസ് അവരോട് പറഞ്ഞു കൊടുക്കുന്നുണ്ടാവും, റൈറ്റ് സൈഡിൽ പോയി നിൽക്കണമെന്ന് പറയുന്നുണ്ടാവും. അപ്പൊ അവർ റൈറ്റ് സൈഡിൽ നിന്ന് ഇങ്ങനെയാണ് അവർ ഷേക്ക് ചെയ്യുന്നത്, ഷേക്ക് ഹാൻഡ് കൊടുക്കുന്നത്. അവിടെ സ്ട്രൈറ്റ് ആയിട്ടുള്ള ഷേക്ക് ഹാൻഡും ആയിരിക്കും. ഓക്കെ, അപ്പൊ നോക്കിയാൽ അതൊരു ലോകമാണ്. സ്മൈൽ വേറൊരു ലോകമാണ്. സ്മൈൽ എന്ന് പറഞ്ഞ ഒരു ജസ്റ്ററാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ, ബോഡി സൈക്കോളജിയാണ് ജസ്റ്റർ സൈക്കോളജി. ബോഡി ലാംഗ്വേജിങ് ആണ്, പുതിയൊരു ഭാഷയാണ്. ബോഡി ഉപയോഗിച്ച് നിങ്ങൾ ഭാഷ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരാൾ ചിരിക്കുവാണ്, ഇപ്പൊ ഞാൻ ചിരിക്കുവാണ്, ഞാൻ ഇങ്ങനെ ചിരിക്കുവാണ്, ഓക്കെ, വേഴ്സസ് ഞാൻ ഇങ്ങനെ ചിരിക്കുവാണ്. എന്താണ് വ്യത്യാസം? ഫേക്ക് ആയിട്ടുള്ള ചിരി എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഈ ലിപ്പിന്റെ മൂവ്മെന്റിന്റെ എക്സ്റ്റെന്റ് കുറവാണ് ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഫേക്ക് ആയിട്ടുള്ള ചിരിയിൽ കണ്ണടയുന്നില്ല. റിയൽ ആയിട്ടുള്ള ചിരിയില്ല. ഇപ്പം നിങ്ങളെ സംബന്ധിച്ചുള്ള ഫേക്ക് ആയിട്ടുള്ള ആൾക്കാർ ലോകത്തുണ്ട്, സ്കാമേഴ്സ് ഒത്തിരി ആൾക്കാരുണ്ട്, സ്കാമിങ് ചെയ്യുന്ന ആൾക്കാർ നിങ്ങളുടെ ചുറ്റുമുണ്ട്. ഇപ്പൊ ചിലപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്ന ഒരു സ്കാമർ ആകാം, പറയാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരാള് ചിരിക്കുന്ന ഫേക്ക് ആണെന്ന് അറിയാനായിട്ട് നിങ്ങൾക്ക് എളുപ്പം വഴിയെന്ന് വെച്ചാൽ എന്താ വെച്ചാൽ, നിങ്ങൾ ചിരിക്കുമ്പോൾ അവരുടെ കണ്ണുകൾ അടയുന്നുണ്ടോ നോക്കുക, അവരുടെ ചിഹ്നം സ്പ്രെഡ് ചെയ്യുന്നുണ്ടോ നോക്കുക. ഓക്കെ, അവരുടെ ഫേസ് സ്പ്രെഡ് ചെയ്യുന്നുണ്ടോ, ലിപ്സും സൈഡിലേക്ക് പോകുന്നുണ്ടോ. അല്ലാതെ നമുക്ക് ചിരിക്കാൻ പറ്റും. ഇങ്ങനെ ചിരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റണം. ചില ആൾക്കാർക്ക് അത് ഫിഗർ ഔട്ട് ചെയ്യാൻ പറ്റണമെന്നില്ല. അപ്പൊ കണ്ണ് ചെറിയ രീതിയിൽ അടയണം ചിരി ഒറിജിനൽ ആണെങ്കിൽ. അപ്പൊ നിങ്ങളെ സംബന്ധിച്ചുള്ള ഒരാൾ സിൻസിയർ ആണെന്ന് അറിയാൻ പറ്റണം. അല്ലെങ്കിൽ എന്ത് ജീവിതമാണ് നമ്മളെ സംബന്ധിച്ചുള്ള, സിൻസിയർ അല്ലാത്തവരോട് ജീവിച്ച് നമ്മൾ മരിക്കുവാണ്. ക്ലിയർ ആണോ? അപ്പൊ ആ സിൻസിയറിറ്റി അറിയാനായിട്ട് നിങ്ങളെ സംബന്ധിച്ചുള്ള ഐസ് ചെറുതാകണം ചിരിക്കുന്ന സമയത്ത്. ഓക്കെ, ഐസ് ചെറുതാകുന്നില്ലേ ഫോർ ദ മാസ്. പിന്നെ അവർക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വലിയ കണ്ണാണ്. അങ്ങനെയാണ് ചിലപ്പോൾ ഐസ് ചെറുതാവണമെന്നില്ല. അതുകൊണ്ട് നിങ്ങൾ വളരെയധികം ക്ലസ്റ്റേഴ്സ് ആയിട്ട് ഇതിനെ കാണാവുള്ളൂ. ഒരു ജസ്റ്റർ ഇൻഡിപെൻഡന്റ് ആയിട്ടല്ല. പക്ഷെ ഇത് രണ്ടെണ്ണം ഒരുമിച്ച് വരുന്ന കണ്ടു കഴിഞ്ഞാൽ
അതിന്റെ അർത്ഥം നിങ്ങൾ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ തന്നെ നമ്മൾ ഒരാൾ ഇങ്ങനെ ചിരിക്കുവാണ്, ഒരാൾ ചിരിക്കുന്ന സമയത്ത് ഇങ്ങനെ ചിരിക്കുവാന്നിരിക്കട്ടെ. അപ്പൊ അവർ ചിരിക്കുന്നുണ്ട്, പക്ഷെ അവർ ലിപ്പ് ടൈറ്റ് ചെയ്ത് വെച്ചേക്കുവാണ്. അപ്പൊ അവരെ സംബന്ധിച്ചുള്ള അവർക്ക് ഒരു പക്ഷെ ഒരു സീക്രട്ട് ഉണ്ടാകാം. അവർ ആ ലിപ്പ് ടൈറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലിപ്പ് വായിലൂടെ ഒരു സീക്രട്ടിനെ അവർ ഹോൾഡ് ചെയ്യുന്നതാകാം. നിങ്ങൾക്ക് എല്ലാ ആൾക്കാർക്കും അറിയാം. ഓക്കെ, ബൈ ദ വേ, ആരാണ് എൻജോയ് ചെയ്യുന്ന ആൾക്കാരെ? എൻജോയ് ചെയ്യുന്നുണ്ടോ നിങ്ങൾ? എൻജോയ് ചെയ്യുന്നുണ്ടെങ്കിൽ എൻജോയ് ചെയ്യുന്ന ചാറ്റ് ഇട്ടേ. ഫാസിനേറ്റിംഗ് ആയിട്ട് ലോകമല്ല, എനിക്കറിയാം. ഞാൻ ഇങ്ങനെ പറഞ്ഞു പോവാണ്. അപ്പൊ ആ പറഞ്ഞു പോകുമ്പോൾ നിങ്ങളെ സംബന്ധിച്ചുള്ള നിങ്ങൾ മനസ്സിലാക്കണം വെച്ചാൽ ഇത് എവിടെയൊക്കെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. സെയിൽസിൽ എങ്ങനെ അപ്ലൈ ചെയ്യാം, ബിസിനസ്സിൽ എങ്ങനെ അപ്ലൈ ചെയ്യാം, ഇതുവഴി നിങ്ങളുടെ സെയിൽസ് എങ്ങനെ കൂട്ടാം. നിങ്ങൾ നെഗോഷിയേഷനിൽ, ഞാൻ ഒരു കാര്യം, ആ കാര്യം ഇപ്പൊ തന്നെ ഞാൻ പറയാം. നെഗോഷിയേഷനിൽ ഒരാൾ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ മറന്നു പോരെന്ന് ഓർത്തിട്ടാ, കാരണം ഇങ്ങനെ പറയുന്നതിനിടയ്ക്ക് അങ്ങനെ അങ്ങ് പോകും. അപ്പം ഈ പറഞ്ഞ പോലെ ഇത് വെള്ളം ഒഴുകുന്ന പോലെ നമ്മൾ അങ്ങനെ പറഞ്ഞു പോവാണ്. അപ്പോൾ പോകുന്ന സമയത്ത് ചിലപ്പോൾ ഞാൻ വിട്ടുപോരെന്ന് ഓർത്തിട്ടാണ്. അപ്പം നെഗോഷിയേഷൻ സമയത്ത് ഓപ്പോസിറ്റ് സൈഡിലുള്ള ആള് പുറകോട്ട് ആഞ്ഞിരിക്കുവാണെങ്കിൽ അതിൻ്റെ അർത്ഥം അവർ ഇൻട്രസ്റ്റഡ് അല്ലെന്നാണ്. നിങ്ങളുടെ പ്രൊഡക്റ്റിൽ ഇൻട്രസ്റ്റഡ് അല്ല. പിന്നെ നിങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ട് കാര്യമില്ല. ജനറലി സ്പീക്കിംഗ് അവർ ഇൻട്രസ്റ്റഡ് അല്ല, പുറകോട്ട് എക്സസീവ്ലി മാറിയിരിക്കുവാണെങ്കിൽ. ആ സമയം നിങ്ങളെ ഒരു പ്രോഡക്റ്റിനെ കുറിച്ചോ, നിങ്ങളുടെ ഒരു ലാൻഡോ, നിങ്ങളുടെ ഒരു ഹൗസോ, നിങ്ങളുടെ ഒരു പർച്ചേസോ, നിങ്ങളുടെ ഒരു ബിസിനസ് പർച്ചേസ് ചെയ്യുന്നോ, ആ ഒരു സിറ്റുവേഷൻ നിങ്ങൾ ബിസിനസ് സെല് ചെയ്യാൻ പോവാണ്, ഇൻവെസ്റ്ററെ നോക്കുവാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും ആയിട്ട് നിങ്ങളെ തന്നെ ജോലിയിൽ സെല് ചെയ്യാൻ പോവാണ്, അവിടെയാണെങ്കിൽ മറ്റേ ആൾ ഇൻട്രസ്റ്റഡ് ആയിട്ട് ഫ്രണ്ടിലോട്ട് ആഞ്ഞിരിക്കുവാണെങ്കിൽ അവര് എന്ത് പറഞ്ഞാലും അവർ നിങ്ങൾ ഇൻട്രസ്റ്റഡ് ആണ്. ചിലപ്പോൾ അവർ നെഗോഷിയേറ്റ് ചെയ്ത് സാലറി നെഗോഷിയേറ്റ് ചെയ്യാനായിട്ടോ, അല്ല നിങ്ങളുടെ പ്രൊഡക്റ്റിന്റെ പ്രൈസ് നെഗോഷിയേറ്റ് ചെയ്യാനായിട്ടോ, നിങ്ങളുടെ ബിസിനസിന്റെ പ്രൈസ് നെഗോഷിയേറ്റ് ചെയ്യാനായിട്ടോ അവർ ആഗ്രഹം ഇല്ലാതായിട്ട് പ്രിറ്റൻഡ് ചെയ്യുന്നതാകാം. ഇപ്പൊ നമ്മൾ ഫ്രണ്ടിലോട്ട് ഒരാൾ ആഞ്ഞിരിക്കുവാണെങ്കിൽ ജനറലി അവർ ഇൻട്രസ്റ്റഡ് ആണ്. ക്ലിയർ ആണോ? ഫ്രണ്ടിലോട്ട് ആഞ്ഞിരിക്കുന്നത് ഇൻട്രസ്റ്റ് ആണ്, പുറകോട്ട് മാറുന്നത് ഇൻട്രസ്റ്റ് കുറവാണ്. ഇതെല്ലാം ബോഡിയിൽ ഉണ്ടെന്നുള്ളത് ഭയങ്കര ഫാസിനേറ്റിംഗ് അല്ലേ, ബോഡിയെ കുറിച്ച്. അപ്പം ബോഡി ഒരു ഫാസിനേറ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ അതുപോലെ തന്നെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ എല്ലാവരും പറയുന്നത് വെച്ചാൽ എന്താ അതിന്റെ അർത്ഥം? പൈസ വരാൻ പോവാണ്. ഓ, എന്റെ കൂട്ടുകാരൻ ഇങ്ങ് വരുവാണ്. ഓ, അവരുമായിട്ട് ഞാൻ ക്ലബിൽ പോകുന്നുണ്ട്. പാർട്ടിക്ക് പോകാൻ സമയമായി. നല്ല ഫുഡ് മേടിക്കണം. ക്ലിയർ ആണോ? എക്സ്പെക്ടേഷൻ ജസ്റ്റ് ആണ്, ഷോയിങ് പോസിറ്റീവ് എക്സ്പെക്ടേഷൻ ആണ്. എനിക്ക് നല്ലൊരു ഡീൽ എനിക്ക് തരാനുണ്ട്, സിൻസിയർ ആയിട്ട് ചെയ്യുവാണെങ്കിൽ. ക്ലിയർ ആണോ? നിങ്ങൾ ശരിക്കും സിൻസിയർലി നല്ലൊരു ഡീലായിട്ട് നിങ്ങൾ ബിലീവ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങനെയൊക്കെ കാണിക്കും. ഓക്കെ, നല്ല ചൂടായി പോയല്ലോ കൈക്ക്. ചൂട് പോയിട്ട് നമുക്ക് കണ്ടിന്യൂ ഓക്കെ, ക്ലിയർ ആണോ? ഹാൻഡ് ജസ്റ്ററിലേക്ക് നമ്മൾ കയറുവാണ്. ഹാൻഡ് ജസ്റ്ററിങ്ങിലേക്ക് നിങ്ങൾ ഇറങ്ങിക്കഴിഞ്ഞ ഇതാണ്. അപ്പൊ നമ്മളെ സംബന്ധിച്ചോളം നമ്മൾ ഇങ്ങനെ കാണിക്കുക. ഇതെല്ലാം നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. ഈ കാര്യം നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ഹാൻഡ് ജസ്റ്റ് വി ക്യാൻ മേക്ക്, നമുക്ക് പൈസ ഉണ്ടാക്കാൻ പറ്റുന്നത്. ക്ലിയർ ആണോ? നമുക്ക് എല്ലാവർക്കും ക്ലിയർ ആണ്, യൂണിവേഴ്സൽ ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു സാധനമാണ്. അപ്പൊ ഹാൻഡിന്റെ വേറൊരു ആപ്ലിക്കേഷൻ ആണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഇതുണ്ടോ, ഇങ്ങനെ വെക്കുന്നത് ക്രോസ് ആം ഓൺ ചെസ്റ്റ്. അപ്പൊ ഇതെന്ന് പറഞ്ഞാൽ ബേസിക്കലി ഞാൻ നിങ്ങൾ പറയുന്നതിനോട് ഓപ്പൺ അല്ല. ഓക്കെ, അൺലസ് ഞാൻ ഇങ്ങനെ പിടിക്കുവാണെങ്കിൽ ഇത് തണുപ്പ് കൊണ്ടാകാം. നല്ല തണുപ്പുള്ള ഒരു സ്ഥലത്താണ് ഇരിക്കുന്നത്, AC ഉള്ള റൂമിലിരുന്നു, ഞാൻ ഇങ്ങനെ പിടിക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നത് ഞാൻ ഇൻട്രസ്റ്റഡ് അല്ലെന്ന്. ഈ തണുപ്പ് കാരണം ഒരു രക്ഷയില്ല, അതാകാം. പക്ഷെ ഞാൻ ഇങ്ങനെ പിടിക്കുകയും അതേസമയം എൻ്റെ ലെഗും ഇതുപോലെ ക്രോസ് ആയിട്ടിരിക്കുവാണെങ്കിൽ മൾട്ടിപ്പിൾ ജസ്റ്റേഴ്സ് ആയി. അപ്പൊ നമ്മളെ സംബന്ധിച്ചോളം നമ്മൾ ഇങ്ങനെ പിടിച്ചേക്കുവാണ്. അതുകൂടാതെ നമ്മുടെ ലെഗും ഇങ്ങനെ ക്രോസ് ചെയ്തിരിക്കുവാണ്. അവരുടെ ലെഗും ഇങ്ങനെ ക്രോസ് ചെയ്തിരിക്കുവാണെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും. എന്തറിയാൻ പറ്റും? നമ്മളെ സംബന്ധിച്ചോളം ക്ലസ്റ്റർ ഉണ്ട്. ഒരു ക്ലസ്റ്ററാണ്. അതിൻ്റെ അർത്ഥം രണ്ട് കാര്യങ്ങളുണ്ട്. അപ്പൊ ഇതും പിടിച്ചിട്ടുണ്ട്, ലെഗും പിടിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഓൾമോസ്റ്റ് ഷുവർ ആണ് അവർ ഇൻട്രസ്റ്റഡ് അല്ലെന്ന്. ക്ലിയർ ആണോ? അപ്പൊ ഇതാണ് ഈ സിറ്റുവേഷൻ. അപ്പൊ ഇതിൽ തന്നെ നമ്മൾ ഇങ്ങനെ പിടിക്കുന്ന സമയത്ത് കുറച്ചുകൂടെ അവർ ഇതുണ്ടോ ഇങ്ങനെയാണ് അവർ പിടിച്ചേക്കുന്നത്. കുറച്ചുകൂടെ സ്ട്രോങ് ആയിട്ടുള്ള ആറ്റിറ്റ്യൂഡ് അവർക്കുണ്ടെന്നാണ് അർത്ഥം. ഫിസ്റ്റ് ക്ലഞ്ച്ഡ് ആണ്. അപ്പൊ അവരെ സംബന്ധിച്ചുള്ള അവർ കുറച്ചുകൂടെ സ്ട്രോങ് ആയിട്ട് പിടിക്കുവാണ്. ഇതെനിക്ക് ഒട്ടും ഞാൻ ഓപ്പൺ അല്ല. ക്ലിയർ ആണോ? മർക്കട മുഷ്ടി പിടിച്ചേക്കുവാണ്. അതാണ് വേറെ കാര്യം. അപ്പൊ ഇത് ഡബിൾ ആം ഗ്രിപ്പ്. അപ്പൊ ഇവിടെ എന്നാ വെച്ചാൽ എന്താണ് ഇത്? ഈ ഒരു കേസിൽ നിങ്ങൾ വിൽക്കുന്ന സാധനം എന്തോ അവർക്ക് വേണ്ട, നിങ്ങളുടെ ഡീൽ അവർക്ക് വേണ്ട, നിങ്ങളുടെ കമ്പനി അവർക്ക് വേണ്ട, നിങ്ങളെ അവർക്ക് വേണ്ട. അതാണ് സിറ്റുവേഷൻ. അപ്പൊ ഡബിൾ ആം ഗ്രിപ്പ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഇതുണ്ടോ, അവർ കൈയുടെ തുറന്നു വെച്ച് എന്താണ് നിങ്ങൾ മേടിക്കുന്നില്ല, അവർ ഒരു കുറച്ച് ഇൻസെക്യൂരിറ്റി കൂടെ അവർക്ക് ഫീൽ ചെയ്യുവാണ്. ഇത് ഈ സെയിം സാധനമാണെങ്കിൽ അവരെ സംബന്ധിച്ചോളം നിങ്ങൾ മേടിക്കുന്നതിൽ ഇൻട്രസ്റ്റഡ് അല്ല, പക്ഷെ ഞാൻ ഭയങ്കര കൂൾ ആയിട്ടുള്ള ആളാണ്. ലുക്ക് അറ്റ് മീ, ഞാൻ ഭയങ്കര കൂൾ ആയിട്ടുള്ള ആളാണ്. ഇതാണ് ആ ജസ്റ്റർ കൺവേ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഈ ഒരു സിറ്റുവേഷൻ എന്ന് വെച്ചാൽ ഇവിടുന്ന് കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളെ സംബന്ധിച്ചോളം ഈ ക്രോസിങ്, ഒരു കൈ ഇങ്ങനെ ക്രോസ് ചെയ്യുവാണെങ്കിൽ അത് ക്ലോസ്ഡ് ആയിട്ടുള്ള ജസ്റ്റർ അല്ല, അവർ കംഫർട്ടബിൾ ആയിട്ട് നിൽക്കുന്ന ചില സ്ത്രീകൾ ഇങ്ങനെ നിൽക്കാറുണ്ട്. ഇങ്ങനെ നിൽക്കുന്ന ഒരു കൈ ഇങ്ങനെ ക്രോസ് ചെയ്ത് നിൽക്കുന്നു. ഓക്കെ,
അപ്പൊ ആ ഒരു പൊസിഷൻ എന്ന് വെച്ചാൽ ബേസിക്കലി ഒരു പ്രൊട്ടക്ഷൻ വേണ്ടി ചില പുരുഷന്മാർ ഇങ്ങനെ പാന്റിന്റെ മുകളിൽ ഇങ്ങനെ കൈ പിടിച്ച് നിൽക്കുന്നുണ്ട്. അവരെ സംബന്ധിച്ചുള്ള അവർ ആ ഒരു സെൽഫ് പ്രൊട്ടക്ഷൻ എന്നുള്ള ലെവലിൽ നിൽക്കുന്നുണ്ട്. സെലിബ്രിറ്റീസ് ആയിട്ടുള്ള ആൾക്കാരോ അല്ലെങ്കിൽ നിങ്ങൾ പോകുന്ന ഫോർ എക്സാമ്പിൾ നിങ്ങൾ നെഗോഷിയേഷന് പോകുമ്പോൾ ഓപ്പോസിറ്റ് സൈഡിലുള്ള ആൾ വലിയ ഫേമസ് ആയിട്ടുള്ള ആളാണെങ്കിൽ അവർ ചെറിയ ജസ്റ്റർ കാണിക്കും ഇങ്ങനെ. അവരിങ്ങനെ കോട്ട് അഡ്ജസ്റ്റ് ചെയ്യുന്ന പോലെ, ഓക്കെ, അല്ല വാച്ചിൽ ഇങ്ങനെ പിടിച്ച് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യുന്നത്. ഇതെല്ലാം നെർവസ്നെസ് ജസ്റ്ററാണ്. നെർവസ് ആണ് അവർ. എത്ര വലിയ സെലിബ്രിറ്റീസ് ആണെങ്കിലും ഇത് നെർവസ് ആണെങ്കിൽ ഇതിനകത്ത് വരും. അതായത് ഇങ്ങനെ പിടിച്ചിട്ട് ഓക്കെ, ഇങ്ങനെ ചെറിയ 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 കാര്യങ്ങൾ ചെയ്യുന്നില്ലേ, അതായത് കോട്ട് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യുന്നത്. ഇതെല്ലാം ബേസിക്കലി നെർവസ്നെസ് ജസ്റ്റേഴ്സ് ആണ്, ഹാൻഡ് ജസ്റ്റേഴ്സ് ആണ്. വിമൻ ആണെങ്കിൽ പേഴ്സ് എടുക്കുന്നു. പേഴ്സ് എടുത്തിട്ട് നമ്മുടെ ഫ്രണ്ടിൽ വെക്കുകയാണ്. അവരുടെ ഒരു പേഴ്സ് എടുത്തിട്ട് ഇതൊരു പേഴ്സ് ആണെന്ന് വിചാരിക്കുക. അപ്പൊ നിങ്ങൾ അത്ഭുതപ്പെടുമായിരിക്കും എങ്ങനെ പേഴ്സിൽ നിന്ന് വെള്ളം കുടിക്കാൻ പറ്റുന്നത്. ഇത് വെള്ളം കുടിക്കാൻ പറ്റുന്ന ടൈപ്പ് പേഴ്സ് ആണ്. ആ പേഴ്സ് എടുത്ത് നമ്മുടെ ഫ്രണ്ടിൽ ഇങ്ങനെ വെക്കുന്ന ഒരു പ്രൊട്ടക്ഷൻ ജസ്റ്ററാണ്. അപ്പൊ അത് പ്രൊട്ടക്ഷനാണ്. സബ് കോൺഷ്യസ്ലി നമുക്കൊരു പ്രൊട്ടക്ഷൻ കിട്ടുവാണ്. ഫ്ലവറിൽ നമ്മൾ പിടിക്കുവാണെങ്കിൽ, അപ്പം ഇതെപ്പോഴും വരുന്ന ഒരു കാര്യമല്ല. കല്യാണത്തിന് പോകുന്ന സമയത്ത് ചില ആൾക്കാർ ഫ്ലവർ പിടിക്കുന്നു, അത് ബലമായിട്ട് ഇങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കുക ഫ്ലവറിൽ. അത് ഒരു പുറകോട്ട് വിളിക്കുന്ന ജസ്റ്ററാണ്. അപ്പൊ ഹാൻഡ് ജസ്റ്റേഴ്സ് ഫോർ എക്സാമ്പിൾ വെച്ചാൽ നമ്മളൊരു കാപ്പി കുടിക്കുന്ന ഒരാള്, ഓക്കെ, ഞാൻ കാണിച്ചു തരാം. കാപ്പി കുടിക്കുന്ന ഒരാള് നമ്മളെ കാപ്പി ഇങ്ങനെ വെച്ച് കുടിക്കുവാണ്. ക്ലിയർ ആണോ? നമ്മൾ ഇരുന്നോണ്ട് ഒരാള് ഇങ്ങനെ പിടിച്ചുകൊണ്ട് കുടിക്കുവാണ്. ഓപ്പൺ അല്ല എന്നാണ് അർത്ഥം. ആ സമയം ആൾ ഇങ്ങനെ പിടിച്ചുകൊണ്ട് കുടിക്കുവാണ് കേട്ടോ, ഓപ്പൺ ആണ്. നിങ്ങളുടെ ഐഡിയാസിനോട് ഓപ്പൺ ആണെന്ന് അർത്ഥം. ദൂരം കാര്യങ്ങളുണ്ട് അല്ലേ മനുഷ്യനെ സംബന്ധിച്ചാൽ നമ്മൾ അറിയ പോലും കാണാത്ത. അപ്പൊ ഇവിടെ ഒരു കാര്യം, ഞാനൊരു കുറേ രാജ്യങ്ങളിലുള്ള ആൾക്കാരോട് വർക്ക് ചെയ്യുന്നുണ്ട്. കുറേ രാജ്യങ്ങൾ എന്ന് പറഞ്ഞാൽ ജർമ്മനി, സ്വിറ്റ്സർലൻഡ്, സൗദി അറേബ്യ, നോർത്ത് അമേരിക്ക, കാനഡ, ബ്രസീൽ, US ഒബിയസ്ലി, അങ്ങനെ സൗത്ത് അർജന്റീന തൊട്ടുള്ള കുറേ രാജ്യങ്ങളിലുള്ള ആൾക്കാരോട് വർക്ക് ചെയ്തുകൊണ്ട് ഇതിനകത്തെല്ലാം നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യം വെച്ചാൽ, നിങ്ങൾ ഇങ്ങനെ ഒരു കാര്യം കാണിക്കുമെന്നിരിക്കട്ടെ, ഇത് ഇന്റർനാഷണലൈസേഷൻ ഓഫ് ജസ്റ്ററാണ്. എല്ലാ ജസ്റ്ററുകളും എല്ലായിടത്തും ഒരുപോലെയല്ല. വെസ്റ്റേണിനെ സംബന്ധിച്ചുള്ള ഫോർ എക്സാമ്പിൾ എന്ന് വെച്ചാൽ ഇത് ഇങ്ങനെ കാണിച്ചാൽ ഓക്കെ എന്നാണ് വെസ്റ്റേൺ വേൾഡിൽ അർത്ഥം. ഓക്കെ, ജാപ്പനീസിൽ അർത്ഥം എന്ന് വെച്ചാൽ മണി എന്നാണ് അർത്ഥം. ഇത് സെയിം സാധനം തന്നെ. സീറോ എന്നാണ് ഫ്രഞ്ചിന്. ഫ്രഞ്ചായിട്ടുള്ള ആൾക്കാർ ഇതിനെ സീറോ, ഒരു പൈസ ഉണ്ടായില്ല എന്നാണ് അർത്ഥം ഫ്രഞ്ച് ആൾക്കാർക്ക്. ക്ലിയർ ആണോ? ഓക്കെ, ടർക്കിഷ് ആയിട്ടുള്ള ആൾക്കാർക്കും ബ്രസീലിയൻസിനും ബേസിക്കലി ഇത് ഇൻസൾട്ടിങ് ആണ് ഇങ്ങനെ കാണിക്കുന്നത്. അവരെ ഇൻസൾട്ട് ചെയ്യുന്ന നിൽക്കുന്നുണ്ട് ആണ്. ഒരേ ജസ്റ്റ് തന്നെ പല അർത്ഥമാണ്. അപ്പൊ നമ്മളെ സംബന്ധിച്ചോളം ഞാൻ ഒരു ഫാസിനേറ്റിംഗ് ആയിട്ടൊരു കാര്യം പറയാം. നിങ്ങളെ സംബന്ധിച്ചോളം നിങ്ങൾ റെഡി ആണെങ്കിൽ, എൻ്റെ കൂടെ ഞാൻ അമേരിക്കയിലെ ഒരു കമ്പനിയിൽ ടെക്നിക്കൽ മാനേജർ ആയിരുന്നു. അപ്പൊ ആ ടെക്നിക്കൽ മാനേജർ ആയിരുന്ന സ്ഥലത്ത് എൻ്റെ കൂടെ സീനിയർ ലെവലിലുണ്ടായിരുന്ന ഒരു മാനേജറെ, കെൻ എന്നാണ് ആളുടെ പേര്, ഫസ്റ്റ് നെയിം മാത്രം നമുക്ക് യൂസ് ചെയ്യാം. അപ്പൊ കെൻ എന്നോട് പറഞ്ഞൊരു കാര്യം എന്ന് വെച്ചാൽ, ഇന്ത്യക്കാര് അമേരിക്കയിൽ വരുവാണ്. അപ്പൊ നിങ്ങളെ സംബന്ധിച്ചോളം നിങ്ങൾ അമേരിക്ക ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ, ചില ആൾക്കാർ അമേരിക്ക ബിസിനസ് ചെയ്യുന്ന ആൾക്കാർ, നിങ്ങൾ കാണിക്കാൻ ചാൻസ് ഉള്ള വലിയ അബദ്ധങ്ങളാണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് അമേരിക്കയായിട്ട് അസോസിയേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ഇപ്പൊ TCS എന്ന് പറഞ്ഞ കമ്പനി അറിയാമല്ലോ, ടാറ്റ ടെലികമ്മ്യൂണിക്കേഷൻ കമ്മ്യൂണിക്കേഷൻ സർവീസസ് വടവർ. അപ്പൊ TCS നിന്ന് സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സിനെ ഇവിടെ വന്ന് ഇറക്കും അമേരിക്കയിൽ. ഇപ്പൊ ഞാൻ ഒർലാൻഡോ എന്ന് പറഞ്ഞ് ഞാനുള്ള സിറ്റിയിൽ വന്ന് ഇറക്കുവാണ്. അപ്പൊ അവിടെ വന്ന് കഴിയുമ്പോൾ അവർക്ക് ഒരു ഓറിയന്റേഷൻ കൊടുക്കുമ്പോൾ എല്ലാം മനസ്സിലായോ എന്ന് ചോദിക്കുമ്പോൾ ഇന്ത്യക്കാർ എന്ത് കാണിക്കും? നമ്മുടെ ജസ്റ്റർ എന്നാണ് മനസ്സിലായോ എന്നുള്ളതിന് യെസ്, ആം 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 എന്ന് കാണിക്കും. അമേരിക്കയിലെ ഈ ജസ്റ്ററിന് ഒരു ഇതില്ല, അത് എന്താണെന്ന് അറിയത്തില്ല. അമേരിക്കയിലെ ആൾക്കാർ യെസ് എന്നുള്ളതിന് ഇങ്ങനെയാണ് കാണിക്കുന്നത്. ക്ലിയർ ആണോ? ഇത് ലോക്കലൈസേഷൻ ഓഫ് ഇന്റർനാഷണലൈസേഷൻ ഓഫ് ജസ്റ്റർ ആണ്. ഓരോ സിറ്റുവേഷൻ അനുസരിച്ച് മാറും. ഇതുണ്ടോ? അമേരിക്കയിൽ യെസ് ഇങ്ങനെയാണ് കാണിക്കുന്നത്. നോ എന്നുള്ളതിന് അവരിങ്ങനെയാണ് കാണിക്കുന്നത്, നോ. അപ്പൊ നമ്മുടെ ഇന്ത്യക്കാരന്റെ നമ്മൾ ഈ ദോശ അരക്കുന്ന ഈ പറഞ്ഞ പോലെ നമ്മുടെ ഇതിനകത്തിട്ട് ദോശ ഈ പറഞ്ഞ പോലെ ഇതിനകത്ത് കല്ലിൽ ഇങ്ങനെ ഇരുന്ന് ഇങ്ങനെ അരയ്ക്കുന്ന പരിപാടിയില്ലേ, നമ്മൾ നോർത്ത് ഇന്ത്യയിലാണ് അവർ ഇങ്ങനെയാണ് കാണിക്കുന്നത്. കൈസോ പയ്യാ എന്ന് ചോദിക്കില്ലേ, കൈസോ ടീക്കും ആ പരിപാടി കാണുമ്പോൾ ഇവർക്ക് നോ എന്നാണ് തോന്നുന്നത്. ഫാസിനേറ്റിംഗ് ആണ്. അപ്പൊ അവർ മനസ്സിലായെന്ന് ചോദിക്കും അവര്, അന്നേരം മനസ്സിലായി, ഓക്കെ ഐ ടെൽ യു എക്സ്പ്ലെയിൻ അഗെയിൻ എന്ന് പറയാം. യെസ് ഐ അണ്ടർസ്റ്റാൻഡ് ഷുവർ എന്ന് പറയുമ്പോൾ അവരാകെ കൺഫ്യൂസ്ഡ് ആയി പോകാറുണ്ട്. ആലോചിച്ചു, ഇതുപോലെ ഇതൊരു എക്സാമ്പിളാണ് ഞാൻ പറഞ്ഞത്. ഡസൻസ് ആൻഡ് ഡസൻസ് ഓഫ് കൾച്ചറൽ ആയിട്ടുള്ള കൺഫ്യൂഷൻസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ അമേരിക്കയിൽ ഒരു ബിസിനസ് ഇറങ്ങണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ കളർ കോഡുകൾ ആയിരിക്കില്ല അവർക്ക് ഇഷ്ടപ്പെടുന്നത്. അമേരിക്കൻസിന് വേറൊരു
ആക്സെന്റ് ആയിരിക്കും അവരുടെ കളർ കോഡിന്. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നോക്കിയിട്ടാണ് നമ്മളൊരു ഗ്ലോബൽ ബിസിനസ് ബിൽഡ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റുള്ളൂ. അപ്പം ഞാൻ ഇവിടെ ഹെഡിന്റെ ജസ്റ്റർ മാത്രം കാണിച്ചാണ്. ഇനി ഞാൻ പറയാൻ പോകുന്നത് ലാസ്റ്റ് ഒരു ഫ്യൂ കാര്യങ്ങളോട് പറഞ്ഞ് നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. കുറേ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലായി. ഇത് സൈക്കോളജി ഓഫ് വിജയത്തിന്റെ അത്ഭുതകരമായ മനഃശാസ്ത്രം എന്ന് പറഞ്ഞേക്കുന്ന വീഡിയോ സീരീസിന്റെ 4ാമത്തെ വീഡിയോ ആണ്. അപ്പം ഈ വീഡിയോസിന്റെ ബാക്കിയുള്ള വീഡിയോസ് നിങ്ങൾ കാണാം. ഓരോന്നും യുണീക്ലി ഫാസിനേറ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ സംസാരിക്കാൻ നോക്കിയിട്ടുണ്ട്. ഞാൻ വർഷങ്ങളായിട്ട് എനിക്ക് എൻ്റെ ക്ലയൻസിനെ കോടിക്കണക്കിന് രൂപ സേവ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുള്ള ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള പ്രിൻസിപ്പിൾസ് എടുത്ത് മലയാളി കമ്മ്യൂണിറ്റി ലോകമെമ്പാടുമുള്ള മലയാളികൾ, ലണ്ടനിൽ നിന്നും അമേരിക്കയിൽ നിന്നും ടർക്കിയിൽ നിന്നും റഷ്യയിൽ നിന്നും പല രാജ്യങ്ങളിൽ നിന്ന് മലയാളികൾ ഈ നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ വളരെ എക്സൈറ്റഡ് ആണ്. അതുകൊണ്ടാണ് ഞാൻ ഏറ്റവും പ്രൊഫൗണ്ട് ആയിട്ടുള്ള എനിക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും പ്രൊഫൗണ്ട് ആയിട്ടുള്ള ഐഡിയാസ് നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. ഇപ്പം നോസ് ടച്ചിങ്ങിലേക്ക് വരാം. നോസ് ടച്ചിങ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി അഡൽട്ട് ലൈ പറയുന്നതാണ്. ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ, ഒരു കൊച്ചുകുട്ടിയാണെങ്കിൽ ഇങ്ങനെ കാണിക്കും, ടീനേജർ ആണെങ്കിൽ ഇങ്ങനെ കാണിക്കും. അഡൽട്ട് എന്ന് പറഞ്ഞാൽ ശരിക്കും നുണ പറയുമ്പോൾ നമ്മുടെ ഇത് ഭയങ്കര ഫാസിനേറ്റിംഗ് ആയിട്ട് നിങ്ങൾക്ക് തോന്നും അല്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, നമ്മൾ ഓരോ നുണ പറയുമ്പോൾ നമ്മുടെ മൂക്ക് ചൊറിയും. ആക്ച്വലി നമ്മൾ നുണ പറയുമ്പോൾ നമ്മുടെ മൂക്ക് ചൊറിയും. നമുക്ക് തന്നെ അറിയത്തില്ല എന്തുകൊണ്ടാണ് ചൊറിയുന്നതെന്ന്. ബേസിക്കലി ബോഡിയിൽ ആ സെൻസേഷൻ ഉണ്ടായിട്ട് നമുക്ക് തന്നെ മൂക്ക് ചൊറിയാൻ തോന്നുവാണ്. അത് ചെറിയ ചൊറിച്ചിലാണെങ്കിലും മതി. ഇങ്ങനെ കണ്ടോ, നമ്മൾ മൂക്കൽ പോയി ഇങ്ങനെ ചിമ്പാൻസി ചൊറിയുന്ന ചൊറിയുമല്ല. നമ്മളെ ചോദിച്ചല്ലോ, എനിക്ക് ഇഷ്ടമായി കേട്ടോ, നല്ല ഇഷ്ടമായി എന്ന് പറഞ്ഞാൽ എൻ്റെ അടുത്ത് ഇഷ്ടമായില്ലെന്നാണ്. ക്ലിയർ ആണ്? നമുക്ക് പഠിച്ചേക്കാം. നിങ്ങളുടെ പ്രോഡക്റ്റ് എനിക്ക് ഭയങ്കര താല്പര്യമായി കേട്ടോ, കണ്ടാ നല്ല സുന്ദരിയായിട്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഇതൊന്നും മീൻ ചെയ്യുന്നില്ല. എസ്പെഷ്യലി വേറൊരു ക്ലസ്റ്ററിന്റെ പാർട്ടാണ്. ക്ലസ്റ്റർ എന്ന് പറഞ്ഞൊരു കാര്യം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഒരു ജസ്റ്റർ അല്ല, ഞാൻ ഈ പറഞ്ഞ മൾട്ടിപ്പിൾ ജസ്റ്റേഴ്സ് വരുവാണെങ്കിൽ കാല് ക്രോസ് ചെയ്തുകൊണ്ട് ഇങ്ങനെയാണ് അവർ പറയുന്നുണ്ടെങ്കിൽ മനസ്സിലായോ? മൂക്ക് ചൊറിഞ്ഞ് ചൊറിഞ്ഞ് എനിക്ക് വേനെടുത്ത് തുടങ്ങി. നിങ്ങളൊന്നും ഇതൊന്ന് മനസ്സിലാക്കി തരാൻ വേണ്ടി ഞാൻ എന്തോരം കഷ്ടപ്പെടുന്ന ആലോചിച്ച് നോക്കിയേ. രക്തം ഇപ്പം ഇറങ്ങി വരുന്നു ഞാൻ പറഞ്ഞു. ഓക്കെ, അപ്പൊ മൂക്ക് ചൊറിയാന്ന് പറഞ്ഞാൽ ബേസിക്കലി നോസ് ടച്ച് ആണ്. നോസ് ടച്ച് എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഒരു ലൈ ആണ്. അപ്പം നമ്മൾ തന്നെ ഒബ്സർവ് ചെയ്യും, നിങ്ങൾ തന്നെ ഇനി ഒബ്സർവ് ചെയ്യുക. നിങ്ങൾ നുണ പറയുമ്പോൾ പയ്യെ മൂക്ക് ചൊറിയുന്നുണ്ടോന്ന്. ഓക്കെ, നമ്മളെല്ലാവരും നുണ പറയുന്നവരല്ലേ മനുഷ്യർ. ചെറിയ രീതിയിൽ നുണകളൊക്കെ നമ്മൾ പറയല്ലേ. ഐ റബ്, എനിക്കിത് സഹിക്കാൻ പറ്റുന്നില്ല. മറ്റൊരാളുടെ വിജയം കാണുമ്പോൾ നമ്മൾ നിങ്ങൾ ചെന്നിട്ട് പറയുകയാണ്, ഞാൻ കുറേ ബിസിനസ്സിൽ ഒത്തിരി ഗ്രോത്ത് ഉണ്ടാക്കി കേട്ടോ. കഴിഞ്ഞ വർഷം ഒരു 55% ആണ് ഈ പറഞ്ഞ രീതിയിൽ. ആക്സിലറേറ്റർ 85 എന്ന് പറഞ്ഞ രൂപൽ ജാനയുടെ ഗ്രൂപ്പ് ഉണ്ട്, ആ ഗ്രൂപ്പിന്റെ പാർട്ടാണ് ഞാൻ. അപ്പോൾ അതിലൂടെ ഞാൻ ബിസിനസ് സിഗ്നിഫിക്കൻ്റ് ആയിട്ട് 50 to 100% ഗ്രോത്ത് ഉണ്ടാക്കി എന്ന് പറയുമ്പോൾ മറ്റേ ആള്, അയ്യോ സൂപ്പർ കേട്ടോ, അടിപൊളിയായി പോയി കേട്ടോ, നല്ല ഗ്രോത്താണ് നിങ്ങൾ ഉണ്ടാക്കിയെടുത്തേക്കുന്നത്, കൺഗ്രാജുലേഷൻസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അവർ ആത്മാർത്ഥമായിട്ടല്ല നിങ്ങളോട് കൺഗ്രാജുലേറ്റ് ചെയ്യുന്നത്. ക്ലിയർ ആണോ? അവരെ സംബന്ധിച്ചോളം അവർ ഫേക്ക് ഉണ്ടാക്കുവാണ്, എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ അവിടുത്തെ സിറ്റുവേഷൻ. അപ്പോൾ സ്വാഭാവികമായിട്ട് എന്തായിരിക്കും? ചെവി പിടിച്ചാൽ എന്താ അർത്ഥം? നിങ്ങൾ ചെയ്യാറില്ല ചെവിയെ പിടിച്ച്? ഓക്കെ, പറയാ കേൾക്കട്ടെ. എനിക്ക് കേൾക്കാൻ താല്പര്യമില്ലെന്നാ, എനിക്കിത് കേൾക്കാൻ താല്പര്യമില്ല. ചെവി പിടിച്ചിട്ട് മനുഷ്യൻ എന്നാ പറയുന്നത്? ഇതാണ് മനുഷ്യന്റെ നമ്മളുടെ ബിഹൈൻഡ് ദ സീനിലുള്ള ഒരു ചെറിയ തട്ടിപ്പുകാരല്ലേ നമ്മള് മനുഷ്യർക്ക്. അപ്പൊ നമ്മളെ പുറത്ത് നമ്മൾ പറയുന്ന ആയിരിക്കല്ല നമ്മൾ അകത്ത് ഈ പറഞ്ഞില്ല ചിന്തിക്കുന്ന കാര്യം. അകത്ത് ചിന്തിക്കുന്നത് ഐ ഡോണ്ട് വാണ്ട് ടു ഹിയർ ദിസ് എന്നാണ്, എനിക്ക് കേൾക്കാൻ ആഗ്രഹമില്ല ഇത്. പക്ഷെ നമ്മൾ പറഞ്ഞോ കേൾക്കട്ടെ. ഷുവർ, അതെ അല്ലേ, ഓക്കെ, ഇങ്ങനെ കാണിക്കാറ് ഒരു ചെറിയൊരു ചെവിയെ പിടിച്ചിരിക്കുന്ന സാധനം. ഐ ഡോണ്ട് വാണ്ട് ടു ഹിയർ ദിസ് എന്നാണ്. നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള മെസ്സേജാണ് ഇത്. ഈ ചൊറിയൽ എന്ന് പറഞ്ഞാൽ ഷോയിങ് അൺസർട്ടനിറ്റി ആണ്. ഇങ്ങനെ ആ പലിശക്കാരന് പൈസ കൊടുക്കും, കീലത്തിയോസിന് പൈസ കൊടുക്കണം, എങ്ങനെ കൊടുക്കും? ഞാൻ ശരിയാക്കി തന്നോളാം അവിടെ, ഒരു പ്രശ്നമില്ല, ഉറപ്പായിട്ട് തരാം, ഒരിക്കലും നടക്കില്ല. അൺസർട്ടനിറ്റി ആണ് ഇവിടെ ഫീൽ ചെയ്യുന്നത്. ക്ലിയർ ആണോ? അൺസർട്ടനിറ്റി ആണ് നെക്ക് സ്ക്രാച്ച് ഷോ ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഈ പറഞ്ഞ രീതിയിൽ നുണ പറയുന്ന സമയത്ത് ആൾക്കാരുടെ കോളറിൽ ചിലപ്പോൾ അവർ പിടിച്ച് വലിക്കുവേ. ഞാൻ സത്യം പറഞ്ഞ് മടുത്തു എന്ന് പറഞ്ഞല്ല, നുണ പറയുമ്പോൾ ആൾക്കാർക്ക് ഈ പറഞ്ഞ പോലെ ഹീറ്റ് ഉണ്ടാവും കോളറിനടിയിൽ. ചിലപ്പോൾ ചില ആൾക്കാർക്ക്, ചില നല്ല രീതിയിൽ നുണ പറയുന്ന ആൾക്കാർക്ക് ഉണ്ടാവണമെന്നില്ല, പക്ഷെ അല്ലാത്ത ആൾക്കാർക്ക് ചിലപ്പോൾ കോളറിനടി, അപ്പോൾ അവർ കോളറിനടി പിടിച്ചിങ്ങനെ വലിക്കും. ഞാൻ ഈ സത്യം പറഞ്ഞ് മടുത്തു എന്നല്ല, നുണ പറഞ്ഞപ്പോഴത്തേനും എൻ്റെ ഹീറ്റായി. നമ്മുടെ ഈ പറഞ്ഞ രീതിയിൽ മെഷീൻ ഹീറ്റ് ആകുന്നല്ല, ഹീറ്റായി. ഈ ബ്രെയിനെ സംബന്ധിച്ചുള്ള ഇത് ക്ലിയർ ആകുന്നില്ല. അതുകൊണ്ട് തന്നെ വെച്ചാൽ കോളർ പുള്ള് ചെയ്യുന്നതാണ്. അപ്പം മൗത്ത് സെൻട്രലി മൗത്ത് ഹൈഡ് ചെയ്യുന്ന എന്ത് ജസ്റ്റേഴ്സ്, ഇങ്ങനെ വെക്കുന്നതോ ഇങ്ങനെ വെക്കുന്നതല്ല, ഇത് തമ്മിൽ ലോകത്തിലെ ഡിഫറൻസ് ഉണ്ട്. ഇങ്ങനെ വെക്കുന്നതിനെ കുറിച്ച് ഞാൻ ഒരു സെക്കൻഡ് പറയാം. അപ്പം ഇതെല്ലാം ഹൈഡിങ് ജസ്റ്റേഴ്സ് ആണ്. നമ്മൾ എന്തോ മറയ്ക്കാൻ നോക്കണം. അപ്പം നിങ്ങൾ ശരിക്കും ശ്രദ്ധിച്ച് നോക്കണം. അപ്പം നിങ്ങളെ സംബന്ധിച്ചുള്ള ഇവാലുവേഷനെ കുറിച്ച് ഞാൻ പറയാം. ഇവാലുവേഷൻ എന്ന് പറഞ്ഞാൽ ബേസിക്കലി നിങ്ങളെ സംബന്ധിച്ചോളം ഇങ്ങനെയാണ് നിങ്ങൾ ഇവാലുവേറ്റ് ചെയ്യുന്നത്.
ക്ലിയർ ആണോ? ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നിങ്ങളുടെ താടിയുടെ അടിയിലേക്കല്ല നിങ്ങളുടെ ഇവാലുവേഷൻ ഇരിക്കുന്നത്, ഇവിടെയാണ് ഇവാലുവേഷൻ. ഇതും ഇവാലുവേഷൻ ആണ്. ക്ലിയർ ആണോ? അറിയാൻ പറ്റില്ല, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ? ഒരാൾ ഇവാലുവേറ്റ്, ഞാൻ നോക്കട്ടെ, നല്ലോണം നോക്കട്ടെ, ഇവാലുവേഷൻ ആണ്. ഇതെന്താണ്? ഇത് ഇവാലുവേഷൻ ആണ്. ഇങ്ങനെ ഇങ്ങനെ വെക്കുന്നതും ഒരു കൈൻഡ് ഓഫ് ഇവാലുവേഷൻ ആണ്. ഇതെന്താണ്? ഇത് ബോർഡോ ആണ്. നമ്മൾ ക്ലാസ്സിൽ നന്നായിട്ട് ശ്രദ്ധിക്കുക. ഡോക്ടർ ലവ്ലിയുടെ ക്ലാസ് ആണ് എൻ്റെ ഫേവറേറ്റ് ക്ലാസ് കേട്ടോ. ഡോക്ടർ ലവ്ലി ഞങ്ങളുടെ സ്ട്രക്ചറൽ എഞ്ചിനീയറിംഗ് പഠിപ്പിച്ചിരുന്ന എഞ്ചിനീയറിംഗിന്. ഞാനിങ്ങനെ പഠിക്കുമ്പോൾ എനിക്ക് ഇങ്ങനെ മറ്റേ താരേ സമീൻ പെറിനകത്ത് കണക്കുകൾ 1, 2, 3, 4 എന്ന് പോകുന്നു. ഈ പറഞ്ഞ രീതിയിൽ ഒരു പാട്ടൊക്കെ ഒരു ഇതുണ്ടല്ലോ, അതുപോലെ ഞാൻ ഇങ്ങനെ സ്വപ്നം കണ്ട് സ്ട്രക്ചറൽ എഞ്ചിനീയറിംഗ് ഒന്നും കേൾക്കുന്നില്ല, പക്ഷെ ഞാൻ ഇങ്ങനെ ശ്രദ്ധയോടെ ഇരിക്കുവാണ്. എനിക്ക് ഡോക്ടർ ലവ്ലിക്ക് അറിയത്തില്ല ഞാൻ ഭയങ്കര ബോർഡായിരുന്നെന്ന്. ഭയങ്കര ശ്രദ്ധയോടെ ഇരിക്കുകയെന്ന് പറഞ്ഞാൽ എൻ്റെ മൂക്കിൽ തന്നെ തൊടാൻ എനിക്ക് തോന്നി. ഞാൻ ഒട്ടും ശ്രദ്ധയില്ലാതിരിക്കുകയാണ്. ഞാൻ ഇങ്ങനെ ദിവാസ്വപ്നം കണ്ട് എപ്പോഴാകും 2 മിനിറ്റായി 3 മിനിറ്റായി, ഇനിയുണ്ട് 57 മിനിറ്റ് എന്ന് പറഞ്ഞ് ഞാൻ ഇങ്ങനെ ഇരിക്കുവാണ്. ക്ലിയർ ആണോ? ഡോക്ടർ ലവ്ലി നല്ല ടീച്ചറായിരുന്നു, സൂപ്പർ ടീച്ചറായിരുന്നു. ഇങ്ങനെ ഡോക്ടർ ലവ്ലി ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ, ഡോക്ടർ ലവ്ലിയെ കുറിച്ചല്ല പറയുന്നത്, ഈ പറഞ്ഞ പോലെ എൻ്റെ അറിവില്ലായ്മ കൊണ്ട് എനിക്കിത് കേൾക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഓക്കെ, അങ്ങനെ പറഞ്ഞാൽ നോസം പിടിച്ചാൽ അതിൻ്റെ അടുത്ത് നുണയാന്നുള്ള അർത്ഥം നിങ്ങൾക്ക് മനസ്സിലായ കാര്യമാണ്. ഓക്കെ, അപ്പൊ താഴെ കൈ പിടിക്കുന്നത് ബോർഡമാണ്. ക്ലിയർ ആണ്? ബോർഡായിട്ട് വെക്കുന്നത് എനിക്കറിയാം നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ ഇട്ട് ചിലപ്പോൾ ഈ വീഡിയോ പല പ്രാവശ്യം നിങ്ങൾ കാണണമായിരിക്കും. നിങ്ങൾ ഓരോന്നോരോന്ന് പഠിക്കാനായിട്ട് പല പ്രാവശ്യം കണ്ട് ഞാൻ വർഷങ്ങൾ കൊണ്ട് എടുത്തിയ കുറേ കാര്യങ്ങൾ കളക്ട് ചെയ്തിട്ട് ഞാൻ ഈ ചെറിയൊരു പീരീഡിൽ നിങ്ങൾക്ക് തരുവാണ്. നെഗറ്റീവ് തോട്ട്സ് ആണ്. ഒരാളിങ്ങനെ ഇരിക്കുവാണ്, ഇവിടെ ബോർഡോ ഉണ്ട്, ഇവാലുവേഷനും ഉണ്ട്. ക്ലിയർ ആണോ? ബോർഡ് ഇവാലുവേഷൻ ആണ്, നെഗറ്റീവ് തോട്ട്സ് ആണ് ഇവിടെ വരുന്നത്. ഓക്കെ, ഇത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരു ഡിസിഷൻ എടുക്കാൻ നോക്കുകയാണ്, ചിൻ സ്ട്രോക്ക് ചെയ്യണം, ഡിസിഷൻ. ഓക്കെ, ചെയ്യാം, കണ്ടോ, ചെയ്യാം. ഇതെല്ലാം പ്രഡിക്റ്റബിളി ഇതായിട്ടുള്ള സിറ്റുവേഷനാണ്. പിന്നെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇങ്ങനെ എന്താണ് പെയിൻ എടുത്ത നെക്കാണ്, ഇവനെ കൊണ്ട് ഞാൻ മടുത്തു പോലെ. നീ ഒരു നല്ല പെർഫോമർ ആവട്ടോ ഒരു എംപ്ലോയി എന്ന രീതിയിൽ. നിങ്ങളുടെ കമ്പനി എനിക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ. നിങ്ങളുടെ കമ്പനിയാണ് എന്നെ വെറുതെ പറയുന്നതാണ്. ക്ലിയർ ആണോ? വെറുതെ പറയുന്നതാണ്. നിങ്ങളെ കൊണ്ട് മടുത്തു, എങ്ങനെയും നിങ്ങളെ ഒന്ന് ഒഴിവാക്കണമെന്ന് അവർ ആഗ്രഹിച്ചിരിക്കുകയാണ്. അപ്പൊ നിങ്ങളത് കറക്റ്റ് അസസ് ചെയ്താൽ നിങ്ങൾക്ക് കസ്റ്റമറിനെ നിങ്ങൾക്ക് സേവ് ചെയ്യാൻ പറ്റും. ക്ലിയർ ആണോ? അല്ലെങ്കിൽ ഒരു പുതിയ സെയിൽ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ നമ്മുടെ കൺക്ലൂഷനിലേക്ക് നമ്മൾ ഇറങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചോളം ഒരു ചെറിയൊരു ഐസിന്റെ ഒരു സാധനം ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. അത് ഭയങ്കര ഫാസിനേറ്റിംഗ് ആണ്, അതുകൊണ്ട് ഇത് പറയാതിരിക്കാൻ പറ്റുന്നില്ല. അതെന്ന് വെച്ചാൽ നമ്മൾ വലത്തുവശത്തോടെ ആൾക്കാരെ മുകളിലോട്ട് നോക്കുവാണെങ്കിൽ, നിങ്ങൾ വീഡിയോകളിൽ ഞാൻ ഇടത്തുവശത്തേക്ക് നോക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ടാവും. ഒരുപാട് ഇടത്തുവശത്തേക്ക് നോക്കിയാണ് ഞാൻ സംസാരിക്കുന്നത്. അതെന്തുകൊണ്ടാണെന്ന് നിങ്ങൾക്ക് ഒരു സെക്കൻഡ് മനസ്സിലാവും. ഓക്കെ, വലത്തുവശത്തേക്ക് നോക്കുന്നത് പാസ്റ്റിലുള്ള വിഷ്വൽസിനെ എക്സ്പീരിയൻസ് ചെയ്യാനായിട്ടാണ്. അതായത് പണ്ട് ജീവിതത്തിലുണ്ടായ എക്സ്പീരിയൻസ് ഓർത്തിട്ട് അതിനെ കുറിച്ച് നമ്മൾ ഓർക്കുവാണെങ്കിൽ നമ്മൾ ഇങ്ങോട്ടാണ് നോക്കുന്നത്. അന്ന് ഞാൻ സൈക്കിളിൽ കയറി അവിടെ പോയായിരുന്നു, അവിടെ സൈക്കിളും തല്ലി വീണു, അന്നേരം പോളിയേട്ടൻ എന്നെ പിടിച്ചു, അതിന് പപ്പായും പോളിയേട്ടനായിട്ട് വഴക്കുണ്ടായി. ഓക്കെ, അപ്പോൾ എന്നിട്ട് പോളിയേട്ടന് പപ്പ അടി വെച്ച് കൊടുത്തു. അയ്യോ കഷ്ടമായി പോയല്ലോ എന്ന് പറയുകയാണ്. ഇത് അപ്പർ ജസ്റ്ററാണ്, റീകോളിങ് എ വിഷ്വൽ ആണ്. റീകോളിങ് എ പാസ്റ്റ് വിഷ്വൽ റൈറ്റ് സൈഡാണ് നിങ്ങൾ കാണുന്നത് എനിക്കറിയത്തില്ല വീഡിയോയിൽ, പക്ഷെ റൈറ്റ് സൈഡാണ്, എൻ്റെ വലത്തുവശമാണ്. ഓക്കെ, ലെഫ്റ്റ് സൈഡ് മുകളിലോട്ട് നോക്കുന്ന പുതിയ ഐഡിയകൾക്ക് വേണ്ടിയിട്ടാണ്. തിങ്ക് ചെയ്യുന്ന ആൾക്കാർ, ഡീപ്പർ ലെവൽ ഇമാജിനേഷൻ ചെയ്യുന്ന ആൾക്കാർ, പുതിയ ഐഡിയകളുമായിട്ട് കൂടുതൽ കണക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാർ, ജനറലി സ്പീക്കിംഗ് വിഷണറീസ് ആയിട്ടുള്ള ആൾക്കാർ പൊതുവേ ജനറലി ലെഫ്റ്റിലേക്ക് മുകളിലോട്ട് കൂടുതൽ നോക്കുന്നവരാണ്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട് ചില ആൾക്കാർ ലെഫ്റ്റിലേക്ക് നോക്കിയാണ് സംസാരിക്കുന്നത്. ഇപ്പം ജയബ്രഹാമിന് ഇന്റർവ്യൂ ഞാൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിച്ചറിയാം, ജയബ്രഹാം വളരെ വളരെ ഷാർപ്പായിട്ടുള്ള അഡ്വാൻസ് തിങ്കറാണ്. അപ്പോൾ പുള്ളി ഓരോ പ്രാവശ്യം തിങ്ക് ചെയ്യുമ്പോഴും പുള്ളി അവിടെ നിന്ന് മുകളിലോട്ട് നോക്കി ലെഫ്റ്റിലോട്ട് നോക്കിയിട്ട് പുള്ളി ഐഡിയ പിക്ക് ചെയ്തുകൊണ്ട് വരുവാണ്. അപ്പോൾ പുതിയ ഐഡിയകൾ പറയുന്ന ആൾക്കാരെ നിങ്ങളെ സംബന്ധിച്ചോളം വലിയ തിങ്കിങ് ചെയ്യുന്ന ആൾക്കാർ, നമ്മളെ പോലെ സാധാരണക്കാരും ഇങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ നോക്കും, എന്നെ പോലുള്ളവരും. പക്ഷേ വലിയ തിങ്കിങ് ഉള്ള ആൾക്കാർ ഇങ്ങനെ ചെയ്യാറുണ്ട് എന്ന് ഞാൻ പറഞ്ഞതേ. അപ്പോൾ അവിടെ നോക്കിയിട്ട് ഈ പറഞ്ഞ പോലെ അവിടെ നോക്കിയിട്ട് അവിടുന്ന് ഐഡിയ എടുത്ത് വരുവാണ്. അപ്പോൾ ആ പുതിയ ഐഡിയ കുറിച്ച് തിങ്ക് ചെയ്യുമ്പോൾ ഇതാണ്. അപ്പം നിങ്ങൾ അന്ന് ആലോചിച്ച് നോക്കിയേ, നിങ്ങൾ ഒരാളോട് സംസാരിക്കുമ്പോൾ ഇന്റർവ്യൂ ചെയ്യുന്ന സമയത്ത് ഞാൻ ഒരുപാട് ഫാസിനേറ്റിംഗ് ആയിട്ട് 100 കണക്കിന് അമേരിക്കൻസിനെ ഇന്റർവ്യൂ ചെയ്യുന്ന സമയത്ത് ഞാൻ പഠിച്ച ഒരു കാര്യം എന്ന് വെച്ചാൽ, അവരോട് എക്സ്പീരിയൻസിനെ കുറിച്ച് ചോദിക്കുമ്പോൾ നിങ്ങളുടെ കഴിഞ്ഞ ജോലിയിൽ നിങ്ങൾ എന്നാ ചെയ്തുകൊണ്ടിരിക്കുന്നത് പറയുമ്പോൾ അവർ ഇടത്തെ സൈഡിൽ മുകളിലോട്ട് നോക്കിയിട്ട് ഉത്തരം പറയുന്നെങ്കിൽ എൻ്റെ അർത്ഥം എന്താണ്? ദേ ആർ ഫേക്കിംഗ് ഇറ്റ്. കാരണം അവർ ഇതുവരെ നടക്കാത്ത ഒരു കാര്യം വിഷ്വലൈസ് ചെയ്ത് പറയാൻ നോക്കുവാണ്. അപ്പം നുണ പറയുന്ന ആൾക്കാരെ ഈ ജസ്റ്റേഴ്സ് എല്ലാം കാണിക്കുമെന്ന് മാത്രമല്ല, അവർ ലെഫ്റ്റ് മുകളിലോട്ട് നോക്കിയാകാം,
പക്ഷേ ഈ ഒരെണ്ണത്തിനെ ബേസ് ചെയ്ത് നിങ്ങൾ ഡിസിഷൻ എടുക്കരുത്, ഇന്റലിജന്റ് ആയിട്ട് ഡിസിഷൻ എടുക്കണം. അപ്പോൾ ലെഫ്റ്റ് മുകളിലോട്ട് നോക്കുവാണെങ്കിൽ അതിൻ്റെ അർത്ഥം അവർ ഇല്ലാത്തൊരു കാര്യം ഉണ്ടാക്കി പറയുന്നതാക്കാം. അപ്പം നമ്മളൊരു പാസ്റ്റ് ജോലിയെക്കുറിച്ച് അവർ പറയുമ്പം നിങ്ങളെ സംബന്ധിച്ചോളം നിങ്ങൾ റൈറ്റിലേക്ക് നോക്കിയിട്ട് അവരെ വേണം ഒരു ഉത്തരം പറയാനായിട്ട്. റൈറ്റ് അപ്പിലേക്ക് നോക്കിയിട്ടാണ്. റൈറ്റ് അപ്പിലേക്ക് നോക്കിയെന്ന് പറഞ്ഞാൽ ഇങ്ങനെ നോക്കണമെന്നില്ല, ചെറിയൊരു സ്റ്റിൽറ്റെങ്കിലും മുകളിലോട്ടുണ്ടായാൽ മതി. ഞാൻ വർഷങ്ങളായിട്ടുള്ള എക്സ്പീരിയൻസ് കൊണ്ട് കണ്ടതാണ്. ചില ആൾക്കാർ വിചാരിക്കും ഇങ്ങനെ നോക്കി ആകാശത്തിലേക്ക് നോക്കി സൂര്യനെ നോക്കി പറയണമെന്നില്ല. ഈ പറഞ്ഞ രീതിയിൽ ചെറിയൊരു ടിൽറ്റെങ്കിലും മുകളിലോട്ടുണ്ടാകണം നോക്കാനായിട്ട്. അപ്പം അങ്ങനെ വരുമ്പോൾ നിങ്ങളെ സംബന്ധിച്ചോളം നിങ്ങൾക്ക് ഒരു സൗണ്ട് ലെവലിലുള്ള കാര്യമാണ് എന്നുണ്ടെങ്കിൽ നമ്മളെ സംബന്ധിച്ചോളം പാസ്റ്റ് സൗണ്ടിനെ എവിടെയായിരിക്കും? പാസ്റ്റ് സൗണ്ടിനെ ഈ റൈറ്റ് സൈഡിലാണ് നമ്മൾ റിക്കലക്ട് ചെയ്യുന്നത്. നമ്മൾ പഴയ മ്യൂസിക്കിനെ കുറിച്ച് ഓർക്കുമ്പോൾ മോഹൻലാലിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ മഞ്ജുവാരുടെ മഞ്ഞൾ കുളിച്ച് നിന്നു ചന്ദ്രികാ വസന്തം എന്ന് പറഞ്ഞ പാട്ട് കാണുമ്പോൾ നമുക്ക് ഇവിടെ ഈ ലെയറിൽ ഈ ലെവലിലാണ് ഓർമ്മ വരുന്നത്. പഴയ സൗണ്ടുകൾ കേൾക്കും, പുതിയ സൗണ്ടുകൾ കേൾക്കുന്നത് നമ്മളിവിടെയാണ്. ഇപ്പോൾ AR റഹ്മാൻ ഒരു പക്ഷേ ഇങ്ങോട്ട് നോക്കിയായിരിക്കും പുതിയ സൗണ്ടുകൾ പുള്ളി ഉണ്ടാക്കിക്കൊണ്ട് വരുന്നത്. ക്ലിയർ ആണ്. താഴെ പോയ ഫീലിങ്സ് ആണ്. പഴയ ഫീലിങ്സ് നമുക്ക് ഇവിടെയാണ് കാണുന്നത്. നമ്മളെ സംബന്ധിച്ചുള്ള ദുഃഖകരമായിട്ടുള്ള ഈ പറഞ്ഞ രീതിയിൽ ദുഃഖകരമായിട്ടുള്ള ഒരു സോങ്ങോ അല്ലെ ദുഃഖകരമായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ഫീലിംഗ് നമ്മൾ ഉണ്ടാക്കുവാണെങ്കിൽ ഇവിടെയാണ് നമ്മൾ കാണുന്നത്. ക്ലിയർ ആണോ? ഇവിടെ റൈറ്റ് സൈഡിൽ താഴെയാണ് കാണുന്നത്. പുതിയൊരു നമ്മൾ ഭാവനയിൽ നിന്ന് ഒരു പെയിൻ ഉണ്ടാക്കിക്കൊണ്ട് വന്ന് ഭാവനയിൽ നിന്ന് നമുക്കൊരു പെയിൻഫുൾ ആയിട്ടുള്ള ഫീലിംഗ് നമ്മൾ ഉണ്ടാക്കിക്കൊണ്ട് വരുവാണെങ്കിൽ നമ്മൾ ഇവിടെയാണ് കാണുന്നത്. അപ്പൊ അങ്ങനെയാണ് ഈ ഒരു സിറ്റുവേഷൻ. അപ്പൊ നമ്മുടെ ഫൈനൽ ആയിട്ടുള്ള ഏറ്റവും ലാസ്റ്റ് ആയിട്ടുള്ള പോയിന്റിലേക്ക് നമ്മൾ കയറുവാണ്. ഏറ്റവും ലാസ്റ്റ് ആയിട്ടുള്ള പോയിന്റ് എന്ന് വെച്ചാൽ ലെഗ് ബാരിയേഴ്സും ലെഗിന്റെ ഡയറക്ഷനും. നിങ്ങൾ ഒരാളോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ഇനി മുതൽ ഒബ്സർവ് ചെയ്യേണ്ട ഒരു കാര്യം വെച്ചാൽ അവരുടെ ഫുട്ടിന്റെ ഡയറക്ഷൻ എന്താണെന്ന്. ഓക്കെ, ഫുട്ടിന്റെ ഡയറക്ഷൻ നിങ്ങളോട് സംസാരിക്കുന്നത്, എസ്പെഷ്യലി ഒരു സ്ത്രീ. ഫോർ എക്സാമ്പിൾ വെച്ചാൽ നമ്മുടെ കോളേജിൽ ഈ പറഞ്ഞ രീതിയിൽ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ ഈ പറഞ്ഞ പോലെ ഗേൾസ് ഹോസ്റ്റലിടയ്ക്ക് സംസാരിക്കാനായിട്ട് പ്രിയങ്കയോട് സംസാരിക്കാനായിട്ട് ടിങ്കിളിനോട് സംസാരിക്കാനൊക്കെ പോകുമായിരുന്നു. അപ്പോൾ പ്രിയങ്കയോട് സംസാരിക്കാൻ പോകുന്ന സമയത്ത് ആ എൻറ്റയർ ആയിട്ടുള്ള കോൺവെർസേഷനിൽ നമ്മൾ ഇതൊന്നും പഠിച്ചിട്ടില്ല, നമുക്ക് അറിവില്ല ശിശുവാണ് നമ്മൾ. അപ്പോൾ പ്രിയങ്കയോട് സംസാരിക്കുന്ന എൻറ്റയർ കോൺവെർസേഷൻ പ്രിയങ്ക ലെഗിന് ഇങ്ങനെ ക്ലോസ് ചെയ്ത് വെച്ചേക്കുക, കൈ ഇങ്ങനെ ക്രോസ് ചെയ്ത് വെച്ചേക്കുക. ഞാൻ ആഘോഷമായിട്ട് പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രിയങ്ക ഇങ്ങനെ അതെയോ റൂബിളോ സൂപ്പർ ആണല്ലോ, നല്ല കാര്യമായിപ്പോയി, അതെയല്ലേ, ഓക്കെ നല്ല കേട്ടോ, ഓക്കെ റൂബിൾ ഭയങ്കര ക്ലിയർ ആണല്ലോ എന്നൊക്കെ പറയുന്നുണ്ടാവും. പക്ഷെ കൈ ഇങ്ങനെ ക്രോസ് ചെയ്ത് വെക്കുക, ലെഗ് ക്രോസ് ചെയ്ത് വെച്ചേക്കുവാണ് പുള്ളിക്കാരി. ഈ പറഞ്ഞ രീതിയിൽ ലെഗ് ക്രോസ് ചെയ്ത് വെച്ചേക്കുവാണ്. അത് മാത്രമല്ല ഫുട്ട് ഇരിക്കുന്ന ഡയറക്ഷൻ എങ്ങോട്ടാണ്? നേരെ എൻ്റെ ഓപ്പോസിറ്റ് ആണ് ഇരിക്കുന്നത്. നമ്മുടെ ഡയറക്ഷനിലല്ല ഫുട്ട് ഇരിക്കുന്നത്. അതായത് നമ്മളെ സംബന്ധിച്ചോളം ഒരു സ്ത്രീയെ, പ്രത്യേകിച്ച് സ്ത്രീയിൽ ഇത് കൂടുതൽ വിസിബിൾ ആണ്. സ്ത്രീകൾ നിങ്ങളോട് എൻഗേജ്ഡ് ആണെങ്കിൽ എന്ത് സിറ്റുവേഷൻ എന്ന് വെച്ചാൽ അവരുടെ ഫുട്ട് നിങ്ങളുടെ ഡയറക്ഷനിലായിരിക്കും. ഫോർ എക്സാമ്പിൾ 3 പേര് നിൽക്കുവാണെങ്കിൽ സ്ത്രീകൾ ആർക്കാണ് അറ്റൻഷൻ കൊടുക്കുന്നോ അവരുടെ ഡയറക്ഷനിലായിരിക്കും അവരുടെ ഫുട്ട് ഇരിക്കുന്നത്. ഇത് സ്ത്രീകൾക്ക് മാത്രം ആപ്ലിക്കബിൾ അല്ല, പുരുഷന്മാർക്ക് ആപ്ലിക്കബിൾ ആണ്. അവരുടെ ഫുട്ട് ഡയറക്ഷൻ. അപ്പം നിങ്ങൾ ഒരു സ്ത്രീയോടോ പുരുഷനോടോ എങ്ങനെയുള്ള ആരോടോ സംസാരിക്കുന്നെങ്കിൽ അവരുടെ ഫുട്ട് നിങ്ങളുടെ ഡയറക്ഷൻ അല്ലെങ്കിൽ അപ്പം സംസാരം നിർത്തിയേക്കുക. ക്ലിയർ ആണോ? അവർ ഫുട്ട് വേറെ ഡയറക്ഷനിലേക്ക് പോവുകയാണെങ്കിൽ നിങ്ങൾ ഒബ്സർവ് ചെയ്തിട്ട് നിങ്ങൾക്ക് അറിയണം, അവർക്ക് വേറെ അങ്ങോട്ട് പോകാൻ വേണ്ടി അവർ നിൽക്കുവാണ് എന്ന് നിങ്ങൾക്ക് ഫുട്ട് ഒബ്സർവ് ചെയ്യാൻ പറ്റണം. ക്ലിയർ ആണോ? എന്തോരം കാര്യങ്ങൾ ആലോചിച്ചാൽ നമുക്ക് ഇതൊക്കെ ചെയ്യാൻ പറ്റുന്നത് അല്ലേ? പക്ഷെ ഇത് പഠിച്ചു കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മുടെ ഒരു ഭാഷയിൽ നമ്മളെ സംബന്ധിച്ചുള്ള ഇതുണ്ട്, നൗൺ ഉണ്ട്, വേർബ് ഉണ്ട്, അഡ്ജക്റ്റീവ് ഉണ്ട്, എല്ലാം ഉണ്ട്. ഇതുപോലെ ഇതൊരു ഭാഷയായി മാറും നിങ്ങളെ സംബന്ധിച്ചോളം. ഇപ്പം ഞാൻ 25 വർഷം കൊണ്ട് ഉണ്ടാക്കിയ ഭാഷയുടെ നട്ഷൽ ഞാൻ നിങ്ങൾക്ക് എടുത്ത് തരുവാണ്. നിങ്ങളുടെ ബിസിനസ്സിൽ എടുത്ത് യൂസ് ചെയ്യാനായിട്ട്, ഡയറക്റ്റ്ലി എടുത്ത് അപ്ലൈ ചെയ്യാനായിട്ട് വരുവാണ്. പക്ഷെ നിങ്ങളെ സംബന്ധിച്ചോളം നിങ്ങൾ ഷാർപ്പായിട്ട് ഇത് ഒബ്സർവ് ചെയ്യുവാണെങ്കിൽ നിങ്ങളെ സംബന്ധിച്ചോളം നമുക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. അപ്പം അവരുടെ ഫുട്ടിന്റെ ഡയറക്ഷൻ നിങ്ങൾ ശരിക്കും ഒബ്സർവ് ചെയ്യണം. സ്ത്രീകളുടെ ആണെങ്കിൽ ഫുട്ടിന്റെ ഡയറക്ഷൻ ശരിക്കും ഒബ്സർവ് ചെയ്യണം. ക്രോസ്ഡ് ആണോ, ക്രോസ്ഡ് ആം ആണോ, ക്രോസ്ഡ് ലെഗ് ആണോ? ആ ലെഗ് ക്രോസ് ചെയ്തിട്ട് വേറെ ഡയറക്ഷനിലൂടെ ഇരിക്കുവാണെങ്കിൽ നിങ്ങളെ കൊണ്ട് അവർ ഓൾറെഡി മടുത്തിട്ടുണ്ടെന്നാണ് അർത്ഥം. അപ്പോൾ അതുകൊണ്ട് ഓടി രക്ഷപ്പെടുക അവിടുന്ന്. ഇതാണ് സംഭവിക്കുന്നത്. എനിക്ക് പറ്റിയൊരു അബദ്ധമാണ്. ഇനിയിപ്പോൾ എന്ത് പറയാനായിട്ട് ഒത്തിരി താമസിച്ചു പോയി. ഇത് പഠിച്ചു വന്നപ്പോഴത്തേന്. ഓക്കെ, അപ്പൊ ലെഗ് ക്രോസ് ബാരിയറിന്റെ കാര്യം ഞാൻ പറഞ്ഞതാണ്. കൈ ഇങ്ങനെ ക്രോസ് ചെയ്തു, ലെഗ് ക്രോസ് ചെയ്യുന്നു, അവർ വേറെ ഡയറക്ഷനിലാണെങ്കിൽ ഇതാണ്. അപ്പൊ നിങ്ങളെ സംബന്ധിച്ചുള്ള ഐഡിയൽ ആയിട്ടുള്ള സിറ്റുവേഷൻ വെച്ചാൽ നിങ്ങളോട് ഇഷ്ടപ്പെടുന്ന ഒരാളാണെങ്കിൽ ബേസിക്കലി നിങ്ങളെ ഒരു പുരുഷനോ സ്ത്രീയോ നിങ്ങൾ നെഗോഷിയേഷൻ എന്തോ ആണെങ്കിലും അവരുടെ നിൽക്കുവാണെങ്കിൽ അവരുടെ ലെഗ് ഓപ്പൺ ആയിരിക്കണം, അവരുടെ ഹാൻഡ് ഓപ്പൺ ആയിരിക്കണം, ആംസ് ഓപ്പൺ ആയിരിക്കണം. അപ്പോഴാണ് നിങ്ങളെ സംബന്ധിച്ചോളം ഓപ്പൺ ആയിട്ടുള്ള ഒരു കോൺവെർസേഷനിൽ നമ്മൾ ഇരിക്കുന്നത്. അപ്പം നമ്മളെ സംബന്ധിച്ചോളം നമ്മളുടെ ബോഡി ജനറലി സ്പീക്കിംഗ് ക്ലോസ്ഡ് ആണെങ്കിൽ, ക്ലോസ്ഡ് ആയിട്ടുള്ള ലെഗ് ബേസിക്കലി ഇറ്റ് മീൻസ് ദാറ്റ്
നമ്മളെ സംബന്ധിച്ചോളം ഈ പറഞ്ഞ രീതിയിൽ ആൾക്കാർ ഓപ്പൺ അല്ല ഈ നിങ്ങളുടെ ആശയത്തിന്. ഞാൻ കുറേ കാര്യങ്ങളാണ് നിങ്ങളോട് ഡംപ് ചെയ്തത്. ഒരു വലിയൊരു ട്രക്ക് ലോഡ് ഓഫ് ഇൻഫർമേഷൻ, ട്രക്ക് ലോഡ് ഓഫ് സ്ട്രാറ്റജീസ്. ഇനിയും കുറേ കൂടെ എനിക്ക് പറയണമെന്നുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ നമ്മളെ സംബന്ധിച്ചോളം കുറേ സമയമായിട്ട് ഞാനത് നിർത്തുവാണ്. നിങ്ങളെ സംബന്ധിച്ചോളം കൂടുതലായിട്ട് ഇതിനെക്കുറിച്ച് അറിയാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഈ പറഞ്ഞ രീതിയിൽ നിങ്ങൾ ചാനൽ ഇടുക, അലൻ പീസിനെ റീഡ് ചെയ്യുക, ജസ്റ്റിസ് സൈക്കോളജിയെ കുറിച്ച് സ്റ്റഡി ചെയ്യുക, FBI നെഗോഷിയേഷൻ ചെയ്ത ക്രിസ് വോസിനെ കുറിച്ച് സ്റ്റഡി ചെയ്യുക. ഒരുപാട് നിങ്ങൾ പഠിച്ച് ഈ ഒരു പുതിയ ലോകത്തിലേക്ക് നിങ്ങൾ എൻ്റർ ചെയ്യുക. നിങ്ങളുടെ ബിസിനസ്സിൽ ഇത് യൂസ് ചെയ്യുക, നെഗോഷിയേഷൻ യൂസ് ചെയ്യുക, ഡീൽ മേക്കിംഗ് യൂസ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ്, നിങ്ങൾ കുട്ടികളാണെങ്കിൽ നിങ്ങളെ സംബന്ധിച്ചോളം നിങ്ങളുടെ ഓപ്പോസിറ്റ് സെക്സുമായിട്ട് നിങ്ങൾക്ക് കണക്ട് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പിന് യൂസ് ചെയ്യുക. നിങ്ങൾ പുതിയ ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കാൻ ഉപയോഗിക്കുക. മറ്റുള്ളവരെ ബോറടിപ്പിക്കാതിരിക്കാൻ വേണ്ടി യൂസ് ചെയ്യുക. വേറൊരു ഡയറക്ഷനിൽ അവിടെ കാലിരിക്കുന്നുണ്ടെങ്കിൽ സംസാരം നിർത്താൻ പഠിക്കുക. എനിക്ക് പറ്റിയ അബദ്ധങ്ങൾ നിങ്ങൾക്ക് പറ്റരുത്. അപ്പോൾ അതിനുവേണ്ടിയാണ് ഞാൻ നിങ്ങൾ പറയുന്നത്. അത് മാത്രമല്ല, നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഒരുമിച്ച് നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന സമയത്ത്, ഇതെല്ലാം ഒരുമിച്ച് കാണാൻ പറ്റുന്ന സമയത്ത് നിങ്ങൾക്ക് മാജിക്കലായിട്ടുള്ള പുതിയ റിസൾട്ടുകൾ നിങ്ങളുടെ സെയിൽസിൽ, നിങ്ങളുടെ ഡീൽ മേക്കിങ്ങിൽ, നിങ്ങളുടെ നെഗോഷിയേഷനിൽ, നിങ്ങളെ ആസ് എ പേഴ്സൺ പെർസീവ് ചെയ്യുന്നില്ല, ഹാൻഡ് ഷേക്കിലൂടെ മറ്റു കാര്യം പെർസീവ് ചെയ്തതിലേക്ക് മാറ്റാൻ പറ്റും. അപ്പോൾ അവിടെ നമ്മൾ നിർത്തുവാണ്. എനിക്കറിയാം നിങ്ങൾക്ക് കുറെ കൂടെ മുന്നോട്ട് പോകാൻ പറ്റുമെന്ന് എനിക്കറിയാം. മുന്നോട്ട് പോകാൻ പറ്റുന്നുണ്ട്. ഐ കുഡ് ഗോ ലോങ്ങർ എന്ന് ചാനലിടുക. സോ ദാറ്റ് എനിക്കറിയാം നിങ്ങൾ മുന്നോട്ട് പോകാൻ ആഗ്രഹമുള്ള ആൾക്കാർ. പക്ഷെ ഞാനിവിടെ കട്ട് ഷോർട്ട് ചെയ്യുവാണ്. ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, ഞാൻ കുറേ കാര്യങ്ങൾ കവർ ചെയ്തു. എനിക്ക് തോന്നുന്നത് നിങ്ങൾക്ക് വേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം കവർ ചെയ്തിട്ടുണ്ട്. എന്തെങ്കിലും ക്വസ്റ്റൻ ഉണ്ടെങ്കിൽ ചാനലിടുക. ഐ സീ നെക്സ്റ്റ് ടൈം. ടോക്ക് ടു യു സൂൺ. ബൈ.